കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം പേര് എന്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ, പലയിടങ്ങളിലായിരിക്കുന്ന നിങ്ങളോടൊപ്പം ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ഈ ഭവനത്തിൽ അല്പം പേര് എന്നോടൊപ്പം ഇന്നുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന ദൈവ വചന ഭാഗം മത്തായിയുടെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവവചനത്തിലൂടെ കടന്നു പോകുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ആത്മാവിൽ പങ്കുവെക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനം വിതയ്ക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളം ഒരുങ്ങപ്പെടേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, വഴിയരികിൽ വിത്ത് വീഴും, എന്നാൽ അത് പ്രയോജനരഹിതമാകും. മുള്ളുകൾക്കിടയിൽ വിത്ത് വീഴും, അതും പ്രയോജനം ചെയ്യുകയില്ല. പ്രൈസ് ലോർഡ്. പാറപ്പുറത്തും വിത്ത് വീഴും, എന്നാൽ അത് പ്രയോജനമാകത്തില്ല. അതുകൊണ്ട് വിത്ത് വീണതുകൊണ്ട് കാര്യമാകുന്നില്ല. ആ വീഴുന്ന വിത്ത് അവിടെ വളർന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയാകുമ്പോഴാണ് അത് പ്രയോജനമായി മാറുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഉള്ളം ഒരുക്കപ്പെട്ടതായി മാറട്ടെ. ഹല്ലേലൂയ. വചനം സ്വീകരിക്കുവാൻ, വചനത്തിന്റെ ശക്തി അനുഭവിക്കുവാൻ, വചനത്തിന് കീഴ്പ്പെടുവാൻ നമ്മുടെ എല്ലാവരുടെയും ഉള്ളങ്ങൾ യേശുവിൻ നാമത്തിൽ ഒരുക്കപ്പെടട്ടെ, പരിശുദ്ധാത്മാവിനാൽ ഒരുക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ താഴ്മയോടെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളായിരിക്കുന്ന ഇടം, ഞങ്ങളുടെ മുറി, ഞങ്ങളുടെ ഭവനം, ഇപ്പോൾ വചനം കേൾക്കുന്നവർ, ഒരുപക്ഷെ കേൾക്കാതെ അശ്രദ്ധരായി മറ്റു പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ, യേശുവേ, അവരുടെ എല്ലാം മധ്യത്തിൽ അവിടുത്തെ വചനം, ഈ സകലത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച വചനം, അതിനെ കൈക്കൊള്ളുവാൻ, സ്വീകരിക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിന് നന്ദി പറയുന്നു. അത് അതുപോലെ സ്വീകരിക്കാൻ, അനുഭവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും ആത്മാവിൽ കരം വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അതായത് സുവിശേഷം 24-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടി 24:24. കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. കാലങ്ങളേറെയായി നമ്മൾ ഓരോരുത്തരും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന പല അടയാളങ്ങൾ, പല അത്ഭുതങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും, ചിലരൊക്കെ അത് ദൈവത്തിൽ നിന്നാണെന്നും ചിലരൊക്കെ അത് ദൈവത്തിൽ നിന്നല്ല എന്നൊക്കെ പറയുകയും തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. ഇവിടെ ഈ 24-ാമത്തെ വാക്യം പറയുന്നത് അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചന ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ദാനിയേലിന്റെ പുസ്തകവുമായിട്ട് ഇതിന് കണക്ഷനുണ്ട്. ഈ ഭാഗങ്ങൾ തന്നെ ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണാം. ചില ഭാഗങ്ങൾ എസെക്കിയേലിന്റെ പുസ്തകത്തിലും ജെറമ്യായുടെ പുസ്തകത്തിലും ഹോസിയായുടെ പുസ്തകത്തിലെല്ലാം കാണാം. അതിൽ നിന്നെല്ലാം എടുത്തുകൊണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ അന്ത്യകാലത്തെക്കുറിച്ചുള്ള ആലോചന ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട വാക്യമാണ് 24-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ചില വ്യക്തികളെ കർത്താവ് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, കള്ളക്രിസ്തുമാരാണ്. 2, വ്യാജ പ്രവാചകന്മാരാണ്. 3, വ്യാജ ഉപദേശകന്മാരാണ്. ഹല്ലേലൂയ. 4, ഈ 3 കൂട്ടരിൽ നിന്നും വരുന്ന അടയാളങ്ങളും
അത്ഭുതങ്ങളുമാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ നമുക്കറിയാം യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്. യേശുവും യേശുവിന്റെ ശിഷ്യന്മാരും എവിടെയെല്ലാം പോയി ദൈവത്തിന്റെ വചനം അറിയിച്ചോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടാറുണ്ട്. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവം തന്നെ ചില അടയാളങ്ങൾ ഈ ഭൂമിയിലും ആകാശത്തുമെല്ലാം നൽകിയ ഭാഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. Hallelujah. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും മനുഷ്യരെ വഴിതെറ്റിക്കാനുള്ളതാണ്. ഹല്ലേലൂയ. Hallelujah. അത് വരുന്നത് കള്ളക്രിസ്തുമാരിൽ നിന്നും വ്യാജപ്രവാചകന്മാരിൽ നിന്നും വ്യാജ ഉപദേശം പ്രസംഗിക്കുന്ന പങ്കുവെക്കുന്ന വ്യാജ ഉപദേശകന്മാരിൽ നിന്നുമാണ് വഴിതെറ്റിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ അത് നൂറ്റാണ്ടുകളായി ഈ ഭൂമുഖത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസാന കാലത്ത് ഇതേറെ ഏറി വരികയും ചെയ്യും. ഹല്ലേലൂയ. Hallelujah. നമ്മൾ അറിയുക, ഈ 3 വിഭാഗത്തിലൂടെ വരുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും എതിർ ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കലാണ്. ഈ അടയാളവും അത്ഭുതങ്ങൾ കൊണ്ടും ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിറവേറപ്പെടാൻ മാത്രമല്ല, ചെറുതായിട്ടൊക്കെ ചിലര് അതിന്റെ പിന്നാലെ പോവുകയും അത് വിശ്വസിക്കുകയും അത് വലിയ കാര്യമാണെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം എതിർ ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയാണ്, ഒരു വഴിയൊരുക്കലാണ്. ഹല്ലേലൂയ. Hallelujah. ഇത് ഈ അവസാന കാലത്ത് വർദ്ധിച്ചു വരുന്നത് നമ്മൾ കാണും. കുറെ നാളുകളായിട്ട് ഇത് ഏറി വരും. ഇനിയും അല്പനാളുകൾ കഴിയുമ്പോഴേക്കും ഇത് ശക്തി പ്രാപിച്ച് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. Hallelujah. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിന്റെ 3, 4, 5 തിരുവചനം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ചു പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്ന് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന്റെയും യുഗാന്തത്തിന്റെയും അടയാളം എന്തെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. നിന്റെ ആഗമനത്തിന്റെയും യുഗാന്തത്തിന്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. 4. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇതിന്റെ എല്ലാം ഉദ്ദേശം വഴി തെറ്റിക്കുക എന്നുള്ളതാണ്, വഴിയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. വ്യാജോപദേശകന്മാരുടെ, വ്യാജപ്രവാചകന്മാരുടെ, കള്ളക്രിസ്തുക്കളുടെ ഉദ്ദേശം മനുഷ്യരെ വഴിയിൽ നിന്ന് തെറ്റിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം ഏതാ വഴി? വഴി ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അപ്പൊ ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ ഫോക്കസ് മാറ്റുക. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന് ലഭിക്കേണ്ട മഹത്വം അവിടെ നിന്ന് മാറ്റുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യരെ വഴിതെറ്റിക്കും. ആ സമയത്ത് അത് സൂക്ഷിക്കണം. വഴിതെറ്റിക്കുന്ന അടയാളങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഓരോരുത്തരും ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ട്, സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. 5-ാം വാക്യം. പലരും എന്റെ നാമത്തിൽ വന്ന് എന്റെ നാമം എടുത്തുകൊണ്ട് വരും. എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറയുകയും അനേകരെ വഴി തെറ്റിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? വഴിതെറ്റിക്കുന്ന ഉപദേശം, വഴിതെറ്റിക്കുന്ന പ്രവചനങ്ങൾ, വഴിതെറ്റിക്കുന്ന കള്ളക്രിസ്തു, ഇതിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെ ആർക്കാണ് തിരിച്ചറിയാൻ പറ്റുക? 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവചനം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവചനം വായിക്കാം. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വിവേചിച്ചറിയാൻ കഴിവും. അപ്പൊ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ നമുക്ക് അന്തിക്രിസ്തുക്കളെ തിരിച്ചറിയുവാനും വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിയുവാനും വ്യാജ ഉപദേശങ്ങൾ തിരിച്ചറിയുവാനും സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. ആത്മാവാണ് ആത്മാക്കളെ വിവേചിച്ചറിയുവാൻ നമുക്ക് കൃപ തരിക. ഹല്ലേലൂയ. ചിലര് എത്ര കേട്ടാലും ഈ ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, ഈ ഉപദേശം വ്യാജമാണ്,
ഈ പ്രഭാഷണം ശരിയുള്ളതല്ല എന്ന് കേട്ടാലും അവർക്കത് ഗ്രഹിക്കാൻ, അതിൽ ഉറയ്ക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ പലപ്പോഴും വീണ്ടും അതിന്റെ പിന്നാലെ പോവുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിലൂടെ മാത്രമേ നമുക്കിത് തിരിച്ചറിയാനും ഈ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാനും സാധിക്കുകയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ പറഞ്ഞ 3 വിഭാഗങ്ങളും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമ്മൾ കണ്ടു, യേശു പറഞ്ഞു, എന്റെ നാമം എടുത്തുകൊണ്ടാണ് അവർ വരിക. അവര് പറയും, ഞങ്ങളുടെ പ്രേക്ഷിത വേല ക്രിസ്തുവിന്റേതിന് സമമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തോലിക പിന്തുടർച്ചയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാണ് ഒറിജിനൽ, ഞങ്ങൾ പറയുന്നതാണ് ഔദ്യോഗിക പഠനം എന്നൊക്കെ അവർ പറയും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 11 അധ്യായം, 2 കൊരിന്ത്യർ 11 അതിന്റെ 12 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ, 2 കൊരിന്ത്യർ 11 12 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തുടർന്നും ചെയ്യും. അങ്ങനെ തങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപ് പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യും. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ പ്രേക്ഷിത വേല, അവർ ഒരു കൂട്ടം പറയുകയാണ്, തങ്ങളുടെ പ്രേക്ഷിത വേല അപ്പസ്തോലന്മാരുടേത് പോലെ തന്നെയാണെന്ന് അവർ വൻപ് പറയുകയാണ്. അപ്പസ്തോലന്മാർ ചെയ്യുന്നത് പോലെ, അതല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ച പോലെ തന്നെയാണ് ഞങ്ങൾ പ്രേക്ഷിത വേല ചെയ്യുന്നത് എന്ന് വൻപ് പറയുന്ന ചിലര്. അതിന്റെ 13 വാക്യം, അത്തരക്കാർ കപടനാട്ടുകാരായ അപ്പസ്തോലന്മാരും, അത്തരക്കാർ അപ്പസ്തോലന്മാരെന്നാണ് അവർ പറയപ്പെടുന്നത്, പക്ഷേ കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരാണ്. അടുത്തത് വഞ്ചകരായ ജോലിക്കാരും, അവർ ദൈവരാജ്യത്തിനു വേണ്ടി ജോലി ചെയ്യുന്നു എന്നാണ് പറയുന്നത്, പക്ഷെ അവർ വഞ്ചകരായ ജോലിക്കാരാണ്. ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ്. യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരെ പോലെയാണ് അവർ കാണപ്പെടുന്നത്, പക്ഷെ അവർ യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരല്ല. അവർ വ്യാജവേഷം ധരിച്ചവരാണ്, ആത്മീയതയുടെ വേഷം ധരിച്ചവരാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അടുത്തത് 14. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനെ പോലെ വേഷം കെട്ടാറുണ്ട്. അപ്പോ വേഷം കെട്ടിക്കൊണ്ടുള്ള പരിപാടി പിശാചിൻ്റെതാണ്. പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനെ പോലെ വേഷം കെട്ടാറുണ്ട്. അതുകൊണ്ട് 15 വായിച്ചേ. അതിനാൽ അവന്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിൽ അത്ഭുതമെന്ത്? അതിനാൽ അപ്പൊ ഇവിടെ പിശാച് പോലും പ്രഭാപൂർണനായി ദൈവദൂതനായി വേഷം കെട്ടും. അതിനാൽ അവന്റെ ശുശ്രൂഷകരും, ആരുടെ ശുശ്രൂഷകര്? സാത്താന്റെ, പിശാചിന്റെ ശുശ്രൂഷകർ, അവർ നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം? നീതിയുടെ ശുശ്രൂഷകരെ പോലെ പിശാചിന്റെ ശുശ്രൂഷകന്മാർ വേഷം കെട്ടാറുണ്ട്. ഹല്ലേലൂയ, അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പൊ വേഷം കെട്ടുന്ന കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരുണ്ട്. അവർ അപ്പസ്തോലന്മാരുടെ അതേ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നു, അതല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ചക്കാരാണെന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ഈ 3 വിഭാഗങ്ങൾ, കള്ളക്രിസ്തുമാർ, വ്യാജപ്രവാചകന്മാർ, വ്യാജ ഉപദേശകന്മാർ, ഹല്ലേലൂയ, ഇവര് 3 വിഭാഗവും ദൈവത്തിന്റെ ശുശ്രൂഷകരായിട്ടല്ല ഭൂമിയിൽ തുടരുന്നത്, പിശാചിന്റെ ശുശ്രൂഷകരായിട്ടാണ്. ഒരിക്കൽ കൂടി അത് വ്യക്തമാക്കാം. ഇപ്രകാരമുള്ള 3 വിഭാഗങ്ങൾ
ദൈവത്തിന്റെ ശുശ്രൂഷകരെ പോലെയാണ് കാണപ്പെടുന്നത്, വേഷം കെട്ടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ദൈവത്തിന്റെ ശുശ്രൂഷകരല്ല. ആരുടെ ശുശ്രൂഷകരാണ്? പിശാചിന്റെ ശുശ്രൂഷകരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കള്ളക്രിസ്തുമാരെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം 13:22 എന്താ പറഞ്ഞിരിക്കുന്നത്? മർക്കോസ് 13 22 POC വായിക്കപ്പെട്ടു. 13:22. കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും. കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും. 13:22 സത്യവേദം വായിച്ചു. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. കഴിയുമെങ്കിൽ വ്രതന്മാരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെയും തെറ്റിച്ചു കളയുന്നതിനു വേണ്ടി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അടുത്തത്, നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. യേശു ബൈബിൾ പറയാണ്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. അടുത്തത്, ഞാൻ എല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ. ഞാൻ നിങ്ങളോടെല്ലാം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോ വ്രതന്മാർ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടി വഴിതെറ്റിക്കുവാനാണ് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നത്. വഴിതെറ്റിയിരിക്കുന്നവൻ പ്രത്യേകിച്ച് ഇനി വഴിതെറ്റാനൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. വഴിതെറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവൻ അത് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ട വ്യക്തികൾ പോലും വഴി തെറ്റിക്കാൻ, അവരെ ക്രിസ്തുവിൽ നിന്ന് തെറ്റിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, അവരെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ, ആ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്ന സംഭവം, സാഹചര്യം, കൂട്ടമാണ് സത്യം എന്ന് തോന്നിപ്പിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ, വഴി തെറ്റിക്കുവാനാണ് പിശാച് ഇപ്രകാരമുള്ള കള്ളക്രിസ്തുമാരെ ഉപയോഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 13 മർക്കോസ് 13:5 മുതൽ വായിച്ചേ. യേശു അവരോട് പറഞ്ഞു, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എന്റെ നാമത്തിൽ വരും. ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എന്റെ നാമത്തിൽ വരും. അവർ അനേകരെ വഴിതെറ്റിക്കും. വഴി ക്രിസ്തുവാണ്, വഴി വചനമാണ്. അതിൽ നിന്ന് തെറ്റിക്കുക എന്നുള്ളതാണ് ഈ പ്രവൃത്തികളുടെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇവര് തങ്ങളാണ് യഥാർത്ഥ ക്രിസ്തുവിന്റെ മാർഗം, യഥാർത്ഥ ക്രിസ്തുവിന്റെ സഭ എന്നൊക്കെ അവർ പറഞ്ഞു കളയും. ഹല്ലേലൂയ. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 1:22 കള്ളക്രിസ്തുവിന്റെ ഒരടയാളം നമുക്ക് കാണാം. എഫേസ്യർ 1:22 അത് POCയിലും സത്യവേദ പുസ്തകത്തിൽ എടുത്തു വെക്കുക. എഫെസോസ് 1:22. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. എല്ലാറ്റിനും മുകളിൽ ക്രിസ്തുവിനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിലുള്ള ദൈവസഭയുടെ തല നമ്മുടെ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. എന്നാൽ ഏതെങ്കിലും കൂട്ടം സഭയുടെ തല ക്രിസ്തുവിനെ അവിടെ നിന്ന് എടുത്തു മാറ്റി മറ്റാരെങ്കിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ഈ 3 വിഭാഗങ്ങളുടെ കൂട്ടം അവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. സഭയുടെ തല, ശിരസ് ക്രിസ്തു അല്ലാതെ സഭയുടെ ശിരസിന്റെ സ്ഥാനത്ത്, തലയുടെ സ്ഥാനത്ത് മറ്റെന്തിനെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കള്ളക്രിസ്തുവിന്റെ ആത്മാവിന്റെ വ്യാപാരം നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ആന്റിക്രൈസ്റ്റിന്റെ കാലത്ത്, എതിർ ക്രിസ്തുവിന്റെ കാലത്ത് ഒരു വ്യാജമതം വെളിപ്പെടും. ആ വ്യാജമതത്തെ, അതിന്റെ നേതൃത്വം ഈ പറഞ്ഞ വ്യാപാരത്തിൽ നിന്ന്, ഈ പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നാണ് ആരംഭിക്കുക.
വ്യാജമതത്തെ നയിക്കുന്നവർ കള്ളക്രിസ്തുമാരാണ്. ഹല്ലേലൂയ. ഇവർ വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാത്തവരായിരിക്കും, സ്വർഗീയ വിളി ലഭിക്കാത്തവരായിരിക്കും. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കപ്പെട്ടവരായിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അവരുടെ വിളി മനുഷ്യരാൽ നൽകപ്പെടുന്നവരല്ല. അവർക്ക് ലഭിക്കുന്ന അഭിഷേകം ഏതെങ്കിലും മനുഷ്യരിലൂടെ ലഭിക്കുന്നതല്ല, പിന്നെയോ ഉന്നതത്തിൽ നിന്ന് ലഭിക്കുന്ന അഭിഷേകത്തിലൂടെ ആയിരിക്കും അവർ ശുശ്രൂഷക ചെയ്യുക, അവർ ഉപദേശിക്കുക, അവർ പഠിപ്പിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 24:24 ഒരിക്കൽ കൂടി വായിക്കാം. മത്തായി 24:24. കാരണം ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും. അപ്പൊ കള്ളക്രിസ്തുമാരെ നമുക്കിപ്പോ ഏതാണ്ട് ഒരു ധാരണ ലഭിച്ചു കഴിഞ്ഞു. ഈ വ്യാജ പ്രവാചകന്മാരാരാണ്? കള്ളക്രിസ്തുമാരുടെ വാലാണ് വ്യാജ പ്രവാചകന്മാർ. യെശയ്യായുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനം. യെശയ്യാ 9:15. ആരും തെറ്റിദ്ധരിക്കരുത്. ഈ അന്ത്യകാലത്ത് നടക്കുന്ന വ്യാജ അടയാളങ്ങൾ, വ്യാജ ഉപദേശങ്ങൾ, വ്യാജ പ്രവചനങ്ങൾ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 9:15. ശ്രേഷ്ഠനും ബഹുമാന്യനുമാണ് തല. ശ്രേഷ്ഠനും ബഹുമാന്യനുമാണ് തല. വ്യാജ പ്രവാചകനാണ് വാല്. വ്യാജ പ്രവാചകനാണ് വാല്. നമുക്കറിയാം നമ്മുടെ തല ക്രിസ്തുവാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ തലയാരാ? ക്രിസ്തു. ഹെഡ് ക്രിസ്തുവാണ്. എന്നാൽ ഏതെങ്കിലും വ്യക്തികൾ അവരുടെ കൂട്ടത്തിന്റെ സഭയുടെ ഹെഡ് മറ്റേതെങ്കിലും വ്യക്തികളുടെ പേരിൽ വെക്കുന്നുണ്ടെങ്കിൽ അതാണ് അന്തിക്രിസ്തു അല്ലെങ്കിൽ കള്ളക്രിസ്തു. അന്തിക്രിസ്തുവിനെ മുന്നൊരുക്കുന്ന കള്ളക്രിസ്തു, വ്യാജമതം. ആ കള്ളക്രിസ്തുവിന്റെ വാലാണ് കള്ളപ്രവാചകൻ, വ്യാജപ്രവാചകൻ. ചിലക്ക് അത് ക്ലിയർ ആയിട്ടില്ല. സത്യവേദ പുസ്തകത്തിൽ അത് ഒന്ന് വായിച്ചേ. സത്യവേദ പുസ്തകത്തില് 9:15. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല. മൂപ്പൻ, സഭയുടെ മൂപ്പൻ, അധ്യക്ഷൻ, മെത്രാൻ അല്ലെങ്കിൽ പോപ്പ് എന്നൊക്കെ പറയുന്നതാണ് ഈ മൂപ്പൻ. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല. മാന്യ പുരുഷനും തന്നെ തല. തല. അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. അസത്യം പഠിപ്പിക്കുന്ന, ഉപദേശിക്കുന്ന, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. പ്രവാചകൻ തന്നെ വാൽ. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതെന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇത് എന്തിലേക്ക് ഒരു പറ്റത്തെ കൊണ്ടുപോകാനാണ് എന്നൊക്കെ നമുക്ക് കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാകും. ഇതൊന്നും മനുഷ്യന്റെ പദ്ധതിയാൽ നടക്കുന്നതല്ല. ഇതിന്റെ പിന്നിൽ അതിശക്തമായ പിശാചിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ തല ക്രിസ്തു ആയിരിക്കണം. ക്രിസ്തു അല്ലാത്ത ഹെഡ് ആണെങ്കിൽ അവിടെ വ്യാജം വെളിപ്പെടും. അവിടെ സത്യമല്ലാത്തത് വെളിപ്പെടും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എന്നിട്ട് അതിന്റെ 16 വായിച്ചേ. യെശയ്യാ 9:16. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു. ഇപ്രകാരം ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു. അത് കൊടുക്ക്, വായിക്കട്ടെ. ഒന്നുകൂടെ വായിച്ചേ. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു. തെറ്റിച്ചു കളയുകയാണ്. അപ്പൊ വഴിയിൽ നിന്ന് തെറ്റിക്കലാണ് പിശാചിന്റെ ഉദ്ദേശം. വഴി തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കുവിൻ എന്നാണ് യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത ഉപദേശം. കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെട്ട് സാധ്യമെങ്കിൽ വ്രതന്മാരെ പോലും വഴി തെറ്റിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഈ ജനത്തെ നയിക്കുന്ന ഈ കള്ളക്രിസ്തുമാരുടെ ഉദ്ദേശം, ഇല്ലെങ്കിൽ അവരിൽ വ്യാപരിക്കുന്ന പിശാചിന്റെ ഉദ്ദേശം ജനകൂടികളെ വഴി തെറ്റിക്കുകയാണ്. ഒന്നുകൂടെ വായിച്ചേ. 16.
ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു. അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. നശിച്ചു പോകുന്നു. പ്രൈസ് ലോർഡ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ സഭയുടെ തലയാരാണ്? ഹെഡ് ആരാണ്? സഭയുടെ തലവനാരാണ്? ക്രിസ്തുവാണോ അതോ ഏതെങ്കിലും വ്യക്തികളുടെ പേരിലാണോ കിടക്കുന്നത് എന്ന് പരിശോധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കൂട്ടം, അവരെ നടത്തുന്ന മൂപ്പന്മാർ, നേതാക്കന്മാർ, അധ്യക്ഷന്മാർ, മെത്രാന്മാർ, അവർ നടത്തുന്ന ജനക്കൂട്ടം യെശയ്യാ പ്രവചിക്കുകയാണ്. വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആത്മാവിൽ പറയുകയാണ്. അവരാൽ നയിക്കപ്പെടുന്നവരെ നശിപ്പിക്കുകയാണ്. അവരാൽ നയിക്കപ്പെടുന്നവരെ വഴി തെറ്റിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് POC ബൈബിൾ ഒന്ന് വായിക്കാം. 15. ശ്രേഷ്ഠനും ബഹുമാനനുമാണ് തല. അപ്പൊ തല പറയാണ്, എനിക്ക് ബഹുമാനം വേണം, എന്നെ ശ്രേഷ്ഠനായി കരുതണം. പ്രൈസ് ലോർഡ്. സ്വയം തലയായി മഹത്വവും ബഹുമാനവും പിടിച്ചു വാങ്ങുകയാണവർ. ഹല്ലേലൂയ. അവരെ കാണുമ്പോഴേക്കും, അങ്ങനെയുള്ളവരെ കാണുമ്പോ താഴെ വീണ് കൈമുത്തി കാലുമുത്തി പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കാരണം അവര് പറയുന്നത് അവര് തലയാണ്. തലയുടെ വാലാണ് വ്യാജോപദേശം. തലയുണ്ടോ അവിടെ വാലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അപ്പൊ ഈ വാല് വ്യാജപ്രവാചകനാണ്, വ്യാജ ഉപദേശകൻ, ഇതൊക്കെ വാല. അപ്പൊ വാലിന്റെ ഡ്യൂട്ടി ഈ തലയുടെ പദ്ധതി നിറവേറ്റുക എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. ക്രിസ്തു തലയാണെങ്കിൽ നാം ക്രിസ്തുവിന്റെ ഹിതമാണ് നിറവേറ്റുക. എന്നാൽ മറ്റൊരു കൂട്ടം ക്രിസ്തു എന്ന തലയെ മാറ്റി മറ്റു തലയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയുക, ആ തലയുടെ ഹിതത്തെ, ആ കള്ളക്രിസ്തുവിന്റെ ഹിതത്തെ, പദ്ധതികളെ ആ വാല് വ്യാജോപദേശകന്മാർ, വ്യാജപ്രവാചകന്മാർ നിറവേറ്റുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. യേശുവേ നന്ദി. 16 വാക്യം. ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ നയിക്കപ്പെടുന്നവർ വഴിതെറ്റി സഞ്ചരിക്കും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതാണ് വഴി, യഥാർത്ഥ വഴിയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്നവർ ചിന്തിക്കും. പക്ഷെ സത്യം എന്താണ്? അവർ വഴിതെറ്റി നടക്കുകയാണ്. അവർ ക്രിസ്തുവിൽ നിന്ന് തെറ്റി നടക്കുകയാണ്. അടുത്തത്, അവരാൽ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു. അവരാൽ നയിക്കപ്പെടുന്നവർ, ആ ഉപദേശത്തിന് കീഴിൽ നയിക്കപ്പെടുന്നവർ നിശ്ചയമായും നശിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. അതുകൊണ്ട് വരുന്നത് ആടുകളുടെ വേഷത്തിലാണ്. ഹല്ലേലൂയ. 7:15 കർത്താവ് വ്യക്തമായി പറയുന്നു, അതിനെ സൂക്ഷിക്കണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. അടുത്തത്, ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. നമ്മുടെ ആത്മാക്കളെ കടിച്ച് ചിന്തിക്കളയുന്ന ചെന്നായ്ക്കളാണവർ. നമ്മുടെ ആത്മരക്ഷയെ കുടഞ്ഞു കളയുന്നവരാണവർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. മത്തായി 24:11 വാക്യം. മത്തായി 24:11. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട്, വായിച്ചേ. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അടുത്ത്, അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. അപ്പൊ നിരവധി വ്യാജപ്രവാചകന്മാർ എഴുന്നേൽക്കും. അവരുടെ ഉപദേശം, അവരുടെ പ്രവചനങ്ങൾ വീണ്ടും വീണ്ടും ജനത്തെ വഴിതെറ്റിക്കും. പേര് ബ്രദർ എന്നായിരിക്കും,
ഒരു വലിയ സെന്റർ ആയിരിക്കാം, ധ്യാനകേന്ദ്രമായിരിക്കാം, പ്രാർത്ഥനാലയമായിരിക്കാം, കൃപാസനമായിരിക്കാം. ഇവരുടെ പല ദർശനങ്ങളും വെളിപ്പാടുകളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ മറച്ചുവെക്കാനാണ് എന്ന് എസെക്കിയേലിന്റെ പുസ്തകം 22:28 കാണുന്നു. എസെക്കിയേലിന്റെ പുസ്തകം 22 അധ്യായം 28 തിരുവചനം വായിക്കാം. എസെക്കിയേൽ 22:28. അവളുടെ പ്രവാചകന്മാർ കർത്താവ് സംസാരിക്കാതിരിക്കെ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തുവെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കു വേണ്ടി വ്യാജദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനങ്ങൾ നടത്തുകയും ചെയ്ത് അവരുടെ തെറ്റുകൾ മൂടിവെക്കുന്നു. അവരുടെ തെറ്റുകൾ മൂടിവെക്കുന്നു. വചനവിരുദ്ധമായി യഥാർത്ഥ സഭ എങ്ങനെ ആയിരിക്കണമെന്ന് ക്രിസ്തുവും അപ്പസ്തോലന്മാരും ഉപദേശിച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായി ചെയ്ത പണിത, അതിന് വിരുദ്ധമായുള്ള വിശ്വാസ രീതിയുടെ തെറ്റുകൾ മൂടിവെക്കാൻ വേണ്ടി ഈ വ്യാജപ്രവാചകന്മാർ, ഈ കള്ളപ്രവാചകന്മാർ, കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു എന്നോട്, ഇപ്രകാരം ഞാനൊരു സ്വപ്നം കണ്ടു, പ്രൈസ് ദി ലോർഡ്, ഇപ്രകാരം ഞാനൊരു ദർശനം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ വ്യാജദർശനം കാണുന്നു എന്ന് എസെക്കിയേൽ പറയുകയാണ്. ഹല്ലേലൂയ. കള്ളപ്രവചനങ്ങൾ നടത്തുകയാണ്. എന്തിനാണ്? അവരുടെ തെറ്റുകൾ മൂടിവെക്കപ്പെടാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വചനവിരുദ്ധമാണെങ്കിലും അത് മാറ്റിവെച്ച് അങ്ങനെ ഒരു ദർശനം, വെളിപ്പാട്, അങ്ങനെ ഒരു പ്രവചനം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആയത് എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ വഴിതെറ്റിക്കുകയാണ്. ഹല്ലേലൂയ. 28 വാക്യം, എസെക്കിയേൽ 22:28 ഒരിക്കൽ കൂടി. അവളുടെ പ്രവാചകന്മാർ കർത്താവ് സംസാരിക്കാതിരിക്കെ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തുവെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി വ്യാജ ദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനങ്ങൾ നടത്തുകയും ചെയ്ത് അവരുടെ തെറ്റുകൾ മൂടിവെക്കുന്നു. ഹല്ലേലൂയ. ഉദാഹരണത്തിന് നമുക്കറിയാം, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലുള്ള ഒന്നിന്റെ സാദൃശ്യത്തിൽ ഒരു വസ്തുക്കളും ഉണ്ടാക്കി വെച്ച് അതിനെ പ്രണമിക്കുകയോ ആരാധിക്കുകയോ കുമ്പിടുകയോ ഒന്നും ചെയ്യരുത് എന്നത് കൽപ്പനയുടെ 2ാമത്തെ കൽപ്പനയാണ് 10 കൽപ്പനകളിൽ. ഹല്ലേലൂയ. പക്ഷേ ആ തെറ്റിനെ മൂടിവെക്കാൻ വിഗ്രഹങ്ങളിലൂടെ അത്ഭുതം. അപ്പൊ വിഗ്രഹങ്ങളിലൂടെ ഈ അത്ഭുതം കാണുമ്പോൾ സാധാരണ മനുഷ്യർ വിചാരിക്കും ഇത് തെറ്റല്ല, ഇത് ശരിയാണ്, ഇത് ദൈവത്തിലേക്കുള്ള മാർഗമാണ്. അപ്പൊ തെറ്റിനെ മറച്ചു വെക്കാൻ വേണ്ടി വ്യാജശക്തി കള്ളക്രിസ്തുമാരിലൂടെയും വ്യാജപ്രവാചകന്മാരിലൂടെയും വ്യാജ ഉപദേഷ്ടാക്കന്മാരിലൂടെയും തെറ്റുകളെ മൂടിവെക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. ഹല്ലേലൂയ. വിഗ്രഹം എന്ന തെറ്റിനെ മൂടിവെക്കാൻ വിഗ്രഹങ്ങളിലൂടെ തന്നെ അത്ഭുതം. മധ്യസ്ഥ എന്ന തെറ്റുകൾ ബഹുമധ്യസ്ഥ അല്ലെ, ഏകമധ്യസ്ഥനെ നമുക്കുള്ളൂ നമ്മുടെ കർത്താവായ യേശു. ബഹുമധ്യസ്ഥതയുടെ തെറ്റുകൾ ശരിയെന്ന് കാണിക്കാൻ അത്ഭുത സാക്ഷ്യങ്ങൾ, അത്ഭുത അല്ലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. നമുക്കറിയാം, യേശു ശരീര രക്തങ്ങൾ നൽകിയത് യേശുവിന്റെ വരവ് വരെയുള്ള ഓർമ്മയാചരണത്തിനു വേണ്ടിയാണ്. എന്നാൽ ഓർമ്മയാചരണത്തിന് നമുക്ക് ഭക്ഷിക്കുവാൻ തന്നിരിക്കുന്ന യേശുവിന്റെ ശരീര രക്തങ്ങളെ ആരാധിച്ചുകൊണ്ട് ആ ആരാധന ശരിയാണെന്ന് വരുത്തി തീർക്കുവാൻ ദൈവത്തെ ആരാധിക്കേണ്ടതിനു പകരം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതിനു പകരം യേശുവിന്റെ ശരീര രക്തങ്ങൾ അവിടുത്തെ ഓർമ്മയ്ക്കായി പാനം ചെയ്യാൻ, ഭക്ഷിക്കാൻ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ ആ വസ്തുവിലേക്ക് മനുഷ്യരെ കൊണ്ട് ആരാധന എത്തിക്കുന്നതിനു വേണ്ടി അതിനെ ആരാധിപ്പിക്കാനായി വ്യാജ അടയാളങ്ങളും വ്യാജ അത്ഭുതങ്ങളും കാണുക. ഹല്ലേലൂയ. സത്യത്തിൽ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്
ശരിയായ ആത്മാവിൽ നയിക്കപ്പെടുന്ന ദൈവമക്കളിലൂടെ ലഭിക്കുന്ന ദർശനങ്ങൾ, പ്രവചനങ്ങൾ പോലും നാം പരിശോധിച്ചു വേണം നോക്കുവാൻ, പരിശോധിച്ചു വേണം അതിനെ സ്വീകരിക്കുവാൻ എന്നാണ് തെസ്സലോനിക്കക്കാർക്കെഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 21 പറഞ്ഞിരിക്കുന്നത്. 1 തെസ്സലോനിക്ക 5-ാമത്തെ അധ്യായം 21-ാമത്തെ തിരുവചനം വായിക്കാം. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ. ശരിയായവയെ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ. അതിന്റെ 19 മുതൽ. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ആത്മാവിന്റെ പ്രേരണകളെ നിർവീര്യമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് നിങ്ങൾക്ക് തരുന്ന പ്രചോദനം. ഹല്ലേലൂയ. ഒരിക്കല് ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കഴുത്തിൽ ഒരു ജപമാല ധരിച്ചിരുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആ മന്ത്രച്ചരട് ദൂരെ കളയുക. ആ പ്രചോദനത്തെ നിർവീര്യമാക്കിയില്ല. അദ്ദേഹത്തിന് കിട്ടിയത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ച് ആത്മാവിനെ മറുതലിച്ചു നിൽക്കാതെ അത് അദ്ദേഹത്തിന്റെ ശിരസിൽ നിന്ന് എടുത്തു നീക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ ഒരു വ്യക്തി അതുപോലെ നീക്കം ചെയ്ത വ്യക്തി, ഏകമധ്യസ്ഥൻ ക്രിസ്തുവുള്ളൂ, ക്രിസ്തുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, ഏകരക്ഷകൻ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ഇതുപോലെയുള്ള മന്ത്രച്ചരടിനെ നീക്കം ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ പങ്കാളി വ്യാജോപദേശം കൊടുത്തപ്പോൾ അത് തിരിച്ചു കഴുത്തിലിട്ടു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഒരു ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മുടെ മേൽ ആത്മാവ് ഇടപെടുമ്പോൾ ആത്മാവിന്റെ പ്രവൃത്തിയെ തള്ളിക്കളയരുത്, ആത്മാവിനെ നിർവീര്യമാക്കരുത്. 20-ാം വാക്യം. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. പ്രവചനങ്ങളെ, യഥാർത്ഥത്തിലുള്ള പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എല്ലാം പക്ഷേ പരിശോധിച്ചു നോക്കി നല്ലവയെ നാം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറയാനുള്ള കാരണം പ്രവാചകനൊക്കെ ആയിരിക്കാം, പക്ഷെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ തോന്നലുകളിൽ നിന്ന് പ്രവചനം വന്നെന്നിരിക്കാം, ആഗ്രഹങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് പ്രവചനം ചിലപ്പോൾ വന്നു എന്നിരിക്കാം. വചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് തെറ്റായ ബോധ്യത്തിൽ നിന്ന് ചിലപ്പോൾ ചില പ്രവചനങ്ങൾ വന്നെന്നിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവർ ദൈവത്തിൽ നിന്നല്ല എന്നല്ല അർത്ഥം. അത് ഉപയോഗിക്കുന്നതിൽ, അത് തിരിച്ചറിയുന്നതിൽ, അത് വ്യാഖ്യാനിക്കുന്നതിൽ വേണ്ട പരിജ്ഞാനത്തിലേക്ക് ആ വ്യക്തി പ്രവേശിച്ചില്ല, അതല്ലെങ്കിൽ ആ പരിജ്ഞാനം ഉപയോഗിച്ചില്ല എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. അപ്പൊ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിന്നുള്ളവരിൽ നിന്ന് പോലും ചില പ്രവചനങ്ങൾ ലഭ്യമാകുമ്പോൾ ഒരു പക്ഷേ അറിവില്ലായ്മയിലൂടെയോ പരിജ്ഞാനമില്ലായ്മയിലൂടെയോ അത് വന്നെത്തിയേക്കാം എന്നതുകൊണ്ട് അവരെ തള്ളിക്കളയുകയല്ല, അവരെ ആ പരിജ്ഞാനത്തിലേക്ക് നയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനവിരുദ്ധമായ തെറ്റുകൾ വരുത്തി വെച്ച ശേഷം ആ തെറ്റുകൾ മൂടി വെക്കാൻ വേണ്ടി ദർശനങ്ങൾ, അതുപോലെ തന്നെ പ്രവചനങ്ങൾ, പൊട്ടക്കഥകൾ, പൊള്ളക്കഥകളൊക്കെ വ്യാജമായി പടച്ചു കെട്ടി വരുന്നതിനെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. 2 പത്രോസ് 2-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. 2 പത്രോസ് 2-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ വായിക്കാം. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തിവെക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. നിക്കട്ടെ.
വായിക്കാം. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. നിങ്ങളുടെ ഇടയിലും തെറ്റായ ഉപദേശങ്ങൾ നൽകുന്നവരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് മതത്തിന്റെ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ പോലും അവൻ നൽകിയ വാക്കുകളെ പോലും തള്ളിക്കളഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. പെട്ടെന്നുള്ള നാശത്തെ വരുത്തിവെക്കും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 9-ാമത്തെ വാക്യം. മത്തായി 15:9. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ഈ വ്യാജ ഉപദേശകന്മാർ അവരുടേതായ ചില മാനുഷിക നിയമങ്ങൾ ദൈവത്തിന്റെ പ്രമാണങ്ങളായി പഠിപ്പിക്കും, സഭയുടെ പ്രമാണങ്ങളായി പഠിപ്പിക്കും. അങ്ങനെ അത് വിശ്വസിച്ച് അതിൻ പ്രകാരം മുന്നോട്ട് പോകുന്നവരുടെ പ്രാർത്ഥനകളും ആരാധനകളും വ്യർത്ഥമായി തീരുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ വചനവിരുദ്ധ പഠനങ്ങൾ നൽകി വ്യർത്ഥ ആരാധനകൾ നടപ്പാക്കുന്നവരാണ് ഈ ആന്റി ക്രൈസ്റ്റിനെ, എതിർ ക്രിസ്തുവിന് വേണ്ടി വ്യാജമതത്തെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നവർ. 1 തിമോത്തി 1-ാമത്തെ അധ്യായം 4 മുതലുള്ള തിരുവചനം. 1 തിമോത്തി 1-ാമത്തെ അധ്യായം 4 മുതലുള്ള തിരുവചനം. നീ എഫെസോസിൽ താമസിക്കുക, വ്യാജ പ്രബോധനങ്ങൾ നൽകുകയോ ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശവലികളിലും ശ്രദ്ധ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ ചിലരെ ശാസിക്കുന്നതിനു വേണ്ടിയാണ്. അത് ഇക്കാര്യങ്ങൾ വിശ്വാസത്തിൽ ദൈവത്തിന്റെ നിക്കട്ടെ. വ്യാജ പ്രബോധനങ്ങൾ നൽകുകയോ ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ ചിലരെ ശാസിക്കുക. അപ്പോ വചനം പറയുന്നത് വചനത്തിന് വിരുദ്ധമായി വ്യാജ പ്രബോധനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ ശാസിക്കണം. ചിലർ വിചാരിക്കും എന്തിനാ ഇങ്ങനെ ഡയറക്റ്റായിട്ട് വെടിവെക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഏത് തരത്തിലുള്ള വ്യാജ പ്രബോധനങ്ങളാണെങ്കിലും ശാസിക്കണം. ചിലത് ഐതിഹ്യങ്ങളുടെ പിന്നാലെ പോവുകയാണ്. ഐതിഹ്യങ്ങൾ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ പല വിശുദ്ധാത്മാക്കളുടെയും പുറകിൽ പല ഐതിഹ്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതൊക്കെ വിശ്വസിച്ചിങ്ങനെ പോവുക. ചിലരാണെങ്കിൽ വംശാവലികൾക്ക് കീഴ്പ്പെട്ടു പോകുന്നവരാ. അവർ പറയുന്നത് ഞങ്ങൾ ശുദ്ധ രക്തമാണ്, ഞങ്ങൾ ഇന്ന സഭയാണ്, ഇന്ന ഗ്രൂപ്പാണ്, ഞങ്ങൾ വേറെ ആരെയും കെട്ടിയല്ല, ഞങ്ങളാണ് കറക്റ്റ് സഭ. വംശാവലിക്കാണ് അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരെ ശാസിക്കുവാനാണ് പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ഐതിഹ്യങ്ങൾ നമുക്കറിയാം. സെന്റ് ജോർജ് ഒരു ഐതിഹ്യമാണ്. കത്തോലിക്ക സഭയിൽ തന്നെ അപ്രകാരം ഒരു വിശുദ്ധന് ആദ്യകാലത്തുണ്ടായിരുന്നു. പിന്നീട് സഭ എടുത്തു മാറ്റി, കാത്തലിക് കൂട്ടായ്മ എടുത്തു മാറ്റി. കാരണം അതൊരു ഐതിഹ്യമാണ് എന്ന് അതിനകത്തുള്ളവർ തന്നെ സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ അത് നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നു. വേറൊരു ഐതിഹ്യമാണ് മറിയം മരിച്ചിട്ടില്ല എന്നുള്ളത്. എന്നാൽ നമുക്കറിയാം ഇസ്രായേലിൽ മറിയത്തിന്റെ ശവകുടീരമുണ്ട്. ആദ്യം മരിച്ചില്ല എന്നൊരു പഠനം പുറത്തേക്ക് വിട്ടു. അവസാനം ശവകുടീരം ഉണ്ട് എന്ന ചരിത്രം വന്നു കഴിഞ്ഞപ്പോൾ മരിച്ചു ശവകുടീരത്തിൽ അടക്കപ്പെട്ടതിന് ശേഷം മറിയം ദൈവത്തിന്റെ അടുക്കിലേക്ക് എടുക്കപ്പെട്ടു എന്നൊരു ഐതിഹ്യം കൊണ്ടുവന്നു. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങളിലൂടെ പോകുന്നവരെ, അപ്രകാരമുള്ള പഠനങ്ങൾ നൽകുന്നവരെ, പഠിപ്പിക്കുന്നവരെ, പഠനങ്ങളുടെ കീഴിൽ മുന്നോട്ട് പോകുന്നവരെ ശാസിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. 2 തിമോത്തി 4-ാം അധ്യായം, അതിന്റെ 2 തിമോത്തി 4-ാമത്തെ അധ്യായം അതിന്റെ 3 മുതൽ ഒന്ന് വായിക്കാം. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാതെ കാലം വരുന്നു. സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ,
ശരിയായ പ്രബോധനത്തിൽ താല്പര്യം കാണിക്കാത്ത ഒരു കാലഘട്ടമാണിത്. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലായില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നലെ ഒരാൾ വാട്സപ്പിലൂടെ എന്നോട് സംസാരിച്ചു. ഒരു വലിയ അത്ഭുതം നടന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന് ആ വ്യാജ അത്ഭുതം അത് വ്യാജമാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടും അദ്ദേഹം ഈ യൂട്യൂബ് അയച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. വ്യാജന്മാര് പറഞ്ഞിരിക്കുന്ന പല അത്ഭുതങ്ങളുടെ യൂട്യൂബ് എടുത്ത് അദ്ദേഹം അയച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത യഥാർത്ഥത്തിലുള്ള പ്രബോധനത്തോട് താല്പര്യം കാണുന്നില്ല മനുഷ്യർക്ക്. അവരെന്താ ചെയ്യുന്നത്? കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ കേൾവിക്ക് ഇമ്പമുള്ളതാണ് താല്പര്യം. കോമഡി പറയുന്ന ശുശ്രൂഷകരുണ്ടെങ്കിൽ, കോമഡി പറയുന്ന അച്ഛന്മാരുണ്ടെങ്കിൽ, കോമഡി ധ്യാനിപ്പിക്കുന്നവരുണ്ടെങ്കിൽ വലിയ സന്തോഷമാണ്. കേൾവിക്ക് ഇമ്പം. വചനമൊന്നും കേൾക്കാൻ വലിയ താല്പര്യമില്ല. ഈ കെട്ടുകഥകളൊക്കെ കേൾക്കാനാണെങ്കിൽ ഭയങ്കര താല്പര്യമാണ്. കേൾവിക്ക് ഇമ്പമുള്ളതിൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. ഹല്ലേലൂയ. അപ്പൊ ഈ കെട്ടുകഥകളൊക്കെ പറഞ്ഞ് അവർ സത്യത്തിന്റെ വഴി അടയ്ക്കും. അതാണ് 4-ാം വാക്യം. അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. അപ്പൊ പലർക്കും സത്യത്തിലേക്ക് വരാൻ, സത്യം കേൾക്കാൻ താല്പര്യമില്ല. അവർ സത്യത്തിന് നേരെ ചെവി എന്ത് ചെയ്യും? അടയ്ക്കും, അല്ലെങ്കിൽ അടപ്പിക്കും. എന്നിട്ട് കെട്ടുകഥകളിലേക്ക് ജനത്തെ കൊണ്ടുവരും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? സത്യം കേൾക്കാനോ, സത്യം ഗ്രഹിക്കാനോ, സത്യത്തിലേക്ക് ഹൃദയം തിരിക്കാനോ ഈ ജനത്തിന് കഴിയാതെ വരികയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. 1 തിമോത്തി 4-ാം അധ്യായം അതിന്റെ 1 മുതൽ ഒന്ന് വായിക്കാം. 1 തിമോത്തി 4-ാം അധ്യായം അതിന്റെ 1 മുതൽ. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് എന്റെ മോളാണ് ബൈബിൾ വായിക്കുന്നത്. അവള് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ടാണ് മലയാളം വായിക്കുമ്പോൾ ഈ പെശകൊക്കെ പറ്റുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചേ. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തില് പഠിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ടേയില്ല, മലയാളം മീഡിയത്തിലായിരുന്നു. മാത്രമല്ല ചെറുപ്പം തൊട്ടേ കഴിഞ്ഞ ദിവസം ലവ്ലി പറഞ്ഞതുപോലെ ഈ വായനശാലകളിൽ പോയി പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുക. അന്നുണ്ടായിരുന്ന സകല മാപ്രസിദ്ധീകരണങ്ങളും വായിക്കുക. കൊള്ളരുതാത്തതൊക്കെ ആണെങ്കിലും അതൊക്കെ വായിച്ചുകൊണ്ട് മലയാളത്തിന് വലിയ കുഴപ്പമില്ലാതെ വന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഇന്നത്തെ കുഞ്ഞുങ്ങളെല്ലാം മലയാളം നന്നായിട്ട് വായിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ നന്നായിട്ട് ആ സ്ഫുടത കിട്ടാനിടയായിട്ട് വരും. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ച്. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും അടുത്ത പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. ഇവിടെ പുറയും വരേക്ക് മലയാളമൊക്കെ വായിക്കുന്നവരൊക്കെ ഉണ്ട്, വായിക്കലെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസലോ. അപ്പോ പൗലോസ് പറയാണ് കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ ചിലർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം. മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം. അവർ വിവാഹം പാടില്ലെന്ന് പറയുകയും ചില ഭക്ഷണ സാധനങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിവാഹം പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ചില ശുശ്രൂഷകൾ ചില പ്രത്യേക നിയോഗം ചെയ്യണമെങ്കിൽ വിവാഹം പാടില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വ്യാജ ഉപദേശമാണ്. അത് പൗലോസ് പ്രവചിച്ച പ്രവചനത്തിൽ കിടക്കുന്ന കപടാത്മാക്കളിലൂടെ വരുന്നതാണ്. പിശാചിന്റെ പ്രബോധനങ്ങളിൽ നിന്ന് വരുന്നതാണ് വിവാഹം പാടില്ലെന്നുള്ള കൽപ്പന. അടുത്ത ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണമെന്നുള്ള ചില സഭകളുടെ ശാസനകൾ. ചൊവ്വാഴ്ച
ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണം, വെള്ളിയാഴ്ച ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണം, 25 നോമ്പ്. പൈസലോ പണ്ടൊക്കെ ഞാനൊക്കെ എന്തേലും നോമ്പെടുത്തിരിക്കുന്നു. എന്നിട്ട് വീട്ടിൽ നല്ല ഇറച്ചിയൊക്കെ വെക്കുമ്പോ അതിന്റെ മണമൊക്കെ വരുമ്പോ വേണ്ടായിരുന്നു. പൈസലോ ഹല്ലേലൂയ. ചില കൂട്ടങ്ങള് ചില നിബന്ധനകൾ, ഭക്ഷണ സാധനങ്ങൾ വർജിക്കണം ചില പ്രത്യേക ദിവസങ്ങളിൽ, കർത്താവിന്റെ ജനനത്തിനു മുമ്പ്, കർത്താവിന്റെ മരണത്തിനു മുമ്പ്. പ്രൈസ്. ആ ഉപദേശം പിശാചിൽ നിന്നാണ് വരുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ പിശാചിന്റെ ഉപദേശം എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കൂട്ടങ്ങളിൽ കിടക്കുന്നത്? ഒരു ലക്ഷ്യമുണ്ട്. ആന്റിക്രൈസ്റ്റിന്റെ വരവിൽ സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഒരു വ്യാജമതത്തിന്റെ വെളിപ്പാട്, ഒരു വ്യാജമതത്തിന്റെ കുതിച്ചാട്ടം ഇവിടെയുണ്ട്. ആ കാലത്തേക്കുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി വ്യാജവേഷം ധരിച്ച് പിശാച് ചിലരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിൽ തന്നെയാണ് അവർ വരുന്നതും ഉപദേശിക്കുന്നതും പഠിപ്പിക്കുന്നതുമെല്ലാം. ഹല്ലേലൂയ. അവർ വിവാഹം പാടില്ലെന്ന് പറയുകയും ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കണമെന്ന് ശാസിക്കുകയും ചെയ്യുന്നു. ഈ ഭക്ഷണ സാധനങ്ങളാകട്ടെ വിശ്വസിക്കുകയും സത്യം അറിയുകയും ചെയ്യുന്നവർ കൃതജ്ഞതാപൂർവം ആസ്വദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. ഈ ഭക്ഷണ സാധനങ്ങൾ സത്യം അറിയുന്നവർ, വിശ്വസിക്കുന്നവർ നന്ദി പറഞ്ഞുകൊണ്ട് ആസ്വദിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ അങ്ങനെ ഒരു നോമ്പില്ല. ചൊവ്വയ്ക്കും വെള്ളിക്കും പ്രത്യേക ദിവസമൊന്നുമില്ല, 50 ദിവസം നോമ്പൊന്നുമില്ല. അത് സത്യം അറിയാത്തവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, വിശ്വസിക്കാത്തവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. നീ വിശ്വസിക്കുന്നുണ്ടോ? നന്ദി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഒന്ന് ഓർത്തു നോക്കുക, എന്തെല്ലാം വ്യാജമാണ്, ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യമാണ് പിശാച് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഭക്ഷണവർജനങ്ങൾ, നോമ്പ്. ഹല്ലേലൂയ. തിത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. തിത്തോസ് 1:14. അതിനാൽ യഹൂദരുടെ കെട്ടുകഥകൾക്കും സത്യത്തെ നിഷേധിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കും ചെവി കൊടുക്കാതെ അവർ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി നീ അവരെ നിർദാക്ഷിണ്യം ശാസിക്കുക. ഇവിടെ കൊടുത്ത് അതിനാൽ യഹൂദരുടെ കെട്ടുകഥകൾക്കും സത്യത്തെ നിഷേധിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കും ചെവി കൊടുക്കാതെ അവർ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും വേണ്ടി നീ അവരെ നിർദാക്ഷിണ്യം ശാസിക്കുക. നീ അവരെ നിർദാക്ഷിണ്യം ശാസിക്കുക. അതുകൊണ്ട് ഈ തരത്തിലുള്ള വ്യാജ ഉപദേശങ്ങളുടെ കീഴാൽ നയിക്കപ്പെടുന്നവരാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ നിശ്ചയമായും താങ്കൾ നശിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് ഈ വ്യാപാരത്തിന്റെ പിന്നിലുള്ള പിശാചിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. എന്നാൽ ഇത്രയൊക്കെ പറയണോ? ഇത്രയൊക്കെ പറയാനാണ് തിത്തോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഒരു ദാക്ഷിണ്യവും കൂടാതെ ശാസിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം, ഗലാത്യ 1 അതിന്റെ 6 മുതലുള്ള തിരുവചന ഭാഗം. ഗലാത്യ 1:6 കിട്ടിയാൽ വേഗം വായിക്കുക. ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. വ്യത്യസ്തമായ ഒരു സുവിശേഷം. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ സുവിശേഷമല്ലാതെ വ്യത്യസ്തമായ ഒരു സുവിശേഷം, വിവാഹം പാടില്ല ശുശ്രൂഷ ചെയ്യുന്നവർ, ഇന്ന കൂതാശയൊക്കെ ചെയ്യണമെങ്കിൽ വിവാഹം ചെയ്തവന് പറ്റത്തില്ല. വ്യത്യസ്തമായ ഒരു സുവിശേഷമാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ.
വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. മറ്റൊരു സുവിശേഷമില്ല. ഈ സുവിശേഷമല്ലാതെ, ഈ സുവിശേഷത്തിലുള്ള ഉപദേശങ്ങളല്ലാതെ മറ്റൊരു സുവിശേഷമില്ല. അതുകൊണ്ട് തലയും വാലും പറയുന്നത് വ്യാജമാണെങ്കിൽ ഓടി രക്ഷപ്പെട്ടുകൊള്ളുവേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു സുവിശേഷമില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. ആഗ്രഹിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ഉപദ്രവിക്കാൻ എന്ന് പറഞ്ഞാൽ സത്യവചനം അനുസരിക്കുന്നവരെ ഇവർ ഉപദ്രവിക്കും, വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും. സത്യസുവിശേഷത്തെ ഇപ്രകാരമുള്ള പ്രവർത്തികളിലൂടെ ഇവർ ദുഷിപ്പിക്കുകയും ചെയ്യും. 8-ാം വാക്യം, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ. പൗലോസ് പറയാണ്, ഞങ്ങൾ അറിയിച്ച ഈ യഥാർത്ഥ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊന്ന്. പൗലോസ് ഇനി ഞങ്ങൾ തന്നെ നിങ്ങളെ അറിയിച്ചാലും, ഞങ്ങൾ തന്നെയോ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് എന്ന് പറഞ്ഞ് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ, നിങ്ങൾ സ്വീകരിച്ച ഈ സുവിശേഷം അല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ, അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോ ഈ സുവിശേഷത്തിൽ ഉള്ളതല്ലാതെ സ്വർഗത്തിൽ നിന്ന് ഇതിന് വ്യത്യസ്തമായ ഒരു സുവിശേഷവും ഒരു ദർശനങ്ങളിലൂടെയും ഒരു കാഴ്ചകളിലൂടെയും ലഭിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷമാണ് നമ്മുടെ അടിസ്ഥാനം. ഈ സുവിശേഷത്തിനോട് ചേരാത്ത ഒന്നും സ്വർഗത്തിൽ നിന്ന് ഒരാളും വന്ന് പറയില്ല. നമ്മുടെ യേശുവിന്റെ അമ്മയായ മറിയം പറുദീസയിൽ നിന്ന് ഭൂമിയിൽ വന്ന് ഈ സുവിശേഷത്തിന് വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന ചൊല്ലുവാൻ ആവശ്യപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ വന്ന ഏതെങ്കിലും ദർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ശപിക്കപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് പ്രചരിപ്പിക്കുന്നതും അത് ചെയ്യിക്കുന്നതും അത് ഫോളോ ചെയ്യുന്നതും ശാപം കിട്ടുവാൻ കാരണമാകുന്നതാണ്. കയ്യടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥത്തിലുള്ള യേശുവിന്റെ അമ്മ ഈ ഭൂമിയിൽ വന്ന് ഇനി ഒന്നും പറയത്തില്ല. അങ്ങനത്തെ ഒരു കലാപരിപാടി മറിയത്തിനില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി വരാൻ പോകുന്നത് 2 സാക്ഷികൾ മാത്രമേ ഉള്ളൂ അന്ത്യകാലഘട്ടത്തിൽ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. മറിയത്തിന്റെ ദർശനം, മറിയത്തിന്റെ പ്രത്യക്ഷത എന്നൊക്കെ പറഞ്ഞ് വചനവിരുദ്ധമായ പ്രാർത്ഥനയിലേക്ക് ജനത്തെ നടത്തുമ്പോൾ, വചനവിരുദ്ധമായ മധ്യസ്ഥതയിലേക്ക് നടത്തുമ്പോൾ അത് മറിയമല്ല, അത് വേഷം ധരിച്ചെത്തിയ, നേരത്തെ നമ്മൾ കേട്ട പ്രൈസ് ദി ലോർഡ്, പ്രഭാപൂർണനായ ദൂതന്റെ വേഷം ധരിക്കാൻ കഴിവുള്ള പിശാചിന്റെ വെളിപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെറുതെ യേശുവിന്റെ അമ്മയായ മറിയത്തെയൊന്നും ഈ പേരിൽ വലിച്ചഴക്കേണ്ട. ഈ ദർശനങ്ങളിലും ഈ വെളിപ്പാടുകളിലും മറിയത്തിന്റെ പേര് പറയണ്ട. അങ്ങനെ ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ശാപത്തിന്റെ വക്താക്കളാണെന്ന് പൗലോസ് വ്യക്തമായി പറയുകയാണ്. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെ വന്ന് ആ മെസ്സേജ് പ്രസംഗിച്ചാൽ, അത് നീ ഏറ്റെടുത്ത് അറിയിക്കാൻ തുടങ്ങിയാൽ നിന്റെ മേലൊരു ശാപമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ്, ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച ഈ സുവിശേഷമല്ലാതെ, വായിച്ചേ, മറ്റൊന്ന്, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പൊ ഈ സുവിശേഷമല്ലാതെ, യഥാർത്ഥ സുവിശേഷമല്ലാതെ ഇതുപോലെ ഏച്ചുകെട്ടി ഇല്ലാത്ത മധ്യസ്ഥനും മധ്യസ്ഥ പ്രാർത്ഥനയും കൊന്തയും ജപമാലയൊക്കെ പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ഉപദേശിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന സെന്ററുകൾ, വ്യക്തികൾ, അവരെല്ലാം ശാപത്തിന് കീഴിലാണ്.
ദുരുപദേശത്തിന് കീഴിലാണ്, വ്യാജ സുവിശേഷത്തിന് കീഴിലാണ്. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അപ്പൊ ഈ സത്യസുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്രകാരമുള്ള വ്യാജ പ്രബോധനങ്ങൾ ഫോളോ ചെയ്താൽ നമ്മുടെ മേൽ വെളിപ്പെടുന്ന ഒരു ശാപമുണ്ട്. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ടവരെ, ചിലക്കൊരു സംശയമുണ്ട്, എന്തുകൊണ്ടാണ് അത് തെറ്റായി മാറുന്നത്? ഒന്ന് തിമോത്തി 2-ാം അധ്യായം 4, 5, 6 തിരുവചനം ഒന്ന് കേൾക്കാം. 1 തിമോത്തി 2-ാം അധ്യായം 4, 5, 6. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യമറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചേ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ സത്യം അറിയുന്നതിലൂടെയാണ് രക്ഷ ലഭിക്കുകയുള്ളൂ. വ്യാജത്തിലൂടെ രക്ഷിക്കപ്പെടുകയില്ല. വ്യാജം സ്വീകരിക്കുന്നവർ, നുണ സ്വീകരിക്കുന്നവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുകയല്ല, അവർ എതിർ ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Praise the Lord. Praise the Lord. സത്യം സ്വീകരിക്കുന്നതിലൂടെയാണ് രക്ഷ ലഭിക്കുന്നത്. അങ്ങനെ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 5-ാം വാക്യം എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവം ഒന്നേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. മനുഷ്യനായ യേശുക്രിസ്തു. 7-ാം വാക്യം അതിന്റെ പ്രഘോഷകനായും അപ്പസ്തോലനായും വിശ്വാസത്തിലും സത്യത്തിലും വിജാതിയരുടെ പ്രബോധകനായും ഞാൻ നിയമിക്കപ്പെട്ടു. ഞാൻ വ്യാജമല്ല സത്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. ആ സത്യത്തിന്റെ പ്രഘോഷകനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏക മധ്യസ്ഥനായ ക്രിസ്തു ഇരിക്കെ മറ്റു മധ്യസ്ഥന്മാരെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ, പഠിപ്പിക്കലുകൾ പൗലോസ് പറയുകയാണ്, അത് ശാപമാണ്. പ്രൈസ് ദി ലോർഡ്. അത് വ്യാജമാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുവിശേഷ സത്യത്തിന് വിരുദ്ധമായത് സ്വർഗത്തിൽ നിന്ന് ആര് പറഞ്ഞാലും കേൾപ്പിച്ചാലും അത് ശപിക്കപ്പെട്ടതാണ്. അത് ശപിക്കപ്പെട്ടതാണ്. സുവിശേഷ പ്രസംഗത്തിൽ ഇപ്രകാരമുള്ള വ്യാജ പ്രബോധനങ്ങൾ കലർത്തിയാൽ ശപിക്കപ്പെടും. തൽക്കാലം തർക്കിച്ചു നിൽക്കാൻ പറ്റും, ചിലപ്പോൾ തർക്കിച്ച് ജയിക്കാനും പറ്റും, പക്ഷേ ശാപം വിടാതെ കൂടെയുണ്ട്. അതുകൊണ്ട് ഇപ്രകാരമുള്ള ശാപം ലഭിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലും നിങ്ങൾ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും, എത്ര ന്യായീകരിച്ചാലും, അതെല്ലാം കേൾക്കുകയും കാണുകയും പോവുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ഇല്ലാത്ത യാഗവും ഇല്ലാത്ത ബലിയും, പ്രൈസ് ദി ലോർഡ്, ഇല്ലാത്ത പ്രാർത്ഥനകളും ദൈവവചനത്തിന് വിരുദ്ധമായതിന്റെ എല്ലാം പുറകിൽ ശാപത്തിന്റെ വ്യാപാരമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇതിന്റെ പിന്നിൽ സാത്താന്റെ ഒരു വലിയ പദ്ധതിയുണ്ട്, സാത്താന്റെ ഒരു വലിയ ക്രമീകരണമുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഇതിനകത്തും ചിലർക്ക് വിളി ലഭിച്ചിട്ടുണ്ട്. അവരൊരുപക്ഷെ വചനത്തിന്റെ കൂടുതൽ ഗ്രാഹ്യത്തിലേക്ക് അവർ പ്രവേശിക്കാത്തവരായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരു പക്ഷെ അങ്ങനെയുള്ളവരുടെ പഠിപ്പിക്കലിലും ചിലപ്പോൾ വെളിപ്പെടാം, ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് തന്നെ. അങ്ങനെയുള്ളവരെ വ്യാജ ഉപദേശകർ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഉദാഹരണം, ബൈബിളിൽ നമ്മൾ കാണുന്ന അപ്പൊല്ലോസ് ആണ്. അപ്പോസ്തല പ്രവൃത്തി 18-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അപ്പൊല്ലോസിനെ കാണാം. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം അതിന്റെ 24 മുതലുള്ള വാക്യം. അപ്പോസ്തല പ്രവൃത്തി 18 അതിന്റെ 24 മുതൽ വേഗം വായിച്ചേ. ആയിടയ്ക്ക് അപ്പോളോസ് എന്ന് പേരുള്ള അലക്സാൻഡ്രിയക്കാരനായ ഒരു യഹൂദൻ എഫേസോസിൽ വന്നു. ആയിടയ്ക്ക് അപ്പോളോസ് എന്ന് പേരുള്ള അലക്സാൻഡ്രിയക്കാരനായ ഒരു യഹൂദൻ എഫേസോസിൽ നിന്ന് വന്നു. അവൻ
അവൻ വാഗ്മിയും വിശുദ്ധ ലിഖിതങ്ങളിൽ അവഗാഹം നേടിയവനുമായിരുന്നു. കർത്താവിന്റെ മാർഗത്തെക്കുറിച്ച് അവന് ഉപദേശവും ലഭിച്ചിരുന്നു. അവന് യോഹന്നാന്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവന് യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. അവന് യേശുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നില്ല. യോഹന്നാന്റെ സ്നാനം എന്തിന്റെ ആയിരുന്നു? അനുതാപത്തിന്റെ സ്നാനമായിരുന്നു. പ്രൈസ് ലോർഡ്. വിശ്വാസ സ്നാനത്തെക്കുറിച്ച് അവൻ അറിവുണ്ടായിരുന്നില്ല. പക്ഷേ അവന് കർത്താവിന്റെ മാർഗത്തെക്കുറിച്ചുള്ള അനേക കാര്യങ്ങൾ, ഉപദേശമൊക്കെ അവന് കിട്ടിയിരുന്നു. പ്രൈസ് ലോർഡ്. എങ്കിലും യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അവന് യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആത്മാവിൽ ഉണർവോടെ തെറ്റുകൂടാതെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അവൻ സിനഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രിസ്കില്ലയും അക്വിലായും അവന്റെ പ്രസംഗം കേട്ടു. കർത്താവിന്റെ മാർഗത്തിലായിരിക്കുന്ന പ്രിസ്കില്ലയും അക്വിലായും അവർ ശുശ്രൂഷകരാണ്. അവർ അപ്പൊല്ലോസിന്റെ പ്രസംഗം കേട്ടു. അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയി ദൈവത്തിന്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞുകൊടുത്തു. അവന്റെ പ്രസംഗം കേട്ടപ്പോൾ അവർക്ക് ചില കാര്യം മനസ്സിലായി. ഇവന് വചനത്തിന്റെ ആ മേഖലയിൽ പൂർണ്ണമായ ഒരു ആധികാരികതയില്ല. ഏറെ കാര്യങ്ങൾ അവർക്ക് ലഭിച്ചു, പക്ഷെ പൂർണ്ണമായി ലഭിച്ചില്ല. അപ്പോ ഈ പ്രിസ്കില്ലയും ഈ അക്വിലയും ഇവനെ കൂട്ടിക്കൊണ്ടുപോയി ഈ മാർഗം കൂടുതൽ വ്യക്തമായി അവനെ പരിശീലിപ്പിച്ചു, അവന് പകർന്നു കൊടുത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടത്തിനകത്തു തന്നെ വിളി ലഭിച്ച ചിലരുണ്ട്, കുറേയേറെ പഠിപ്പിക്കപ്പെട്ട ചിലരുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഈ ശരിയായ മാർഗം അവർക്ക് കൂടുതൽ വെളിപ്പെടുത്തി കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊല്ലോസിനെ പോലെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാനുള്ള ആയിരങ്ങൾ ഇതിനകത്തുണ്ട്. യേശുവിൻ നാമത്തിൽ അവർ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വ്യാജ ഉപദേശകന്മാരുടെ കരങ്ങളിൽ നിന്ന് അവർ വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കള്ള ക്രിസ്തുമാരാൽ നയിക്കപ്പെടാൻ ഇടവരാതിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കള്ളക്രിസ്തു, വ്യാജപ്രവാചകന്മാർ, വ്യാജ ഉപദേശം. കള്ളക്രിസ്തുമാർ, വ്യാജപ്രവാചകന്മാർ, വ്യാജ ഉപദേശം, ഇവ മൂന്നും ചേർന്ന് പ്രവർത്തിക്കുന്നിടത്തെല്ലാം വ്യാജ അത്ഭുതങ്ങളും വ്യാജ അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. 2 തെസ്സലോനിക്ക 2-ാമത്തെ അധ്യായം, 2 തെസ്സലോനിക്ക 2-ാമത്തെ അധ്യായം, അതിന്റെ 9 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 9 മുതൽ. സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം. സാത്താന്റെ പ്രവർത്തനത്താൽ, ഈവിൾ സ്പിരിറ്റിന്റെ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും? എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും. അത് ഈ ഈവിൾ സ്പിരിറ്റിന്റെ പ്രവർത്തനങ്ങൾ, അതിനകത്ത് ശക്തി വെളിപ്പെടും. അപ്പൊ ഈ അന്തിക്രിസ്തുമാരുടെ ശുശ്രൂഷയിലും എന്ത് വെളിപ്പെടും? ശക്തി വെളിപ്പെടും. ശക്തി ഉണ്ടാകും. എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും. വ്യാജമായ എന്തുണ്ട്? അടയാളങ്ങളുണ്ട്, ശക്തിയുണ്ട്, വ്യാജമായ അടയാളങ്ങളുണ്ട്, അത്ഭുതങ്ങളോടും. വ്യാജമായ അത്ഭുതങ്ങളുണ്ട്. അറിഞ്ഞോളുക, ദൈവത്തിൽ നിന്നല്ലാതെ സാത്താന്റെ പ്രവർത്തനത്താൽ, ഈവിൾ സ്പിരിറ്റിന്റെ പ്രവർത്തനത്താൽ ശക്തി വെളിപ്പെടും, വ്യാജമായ അടയാളങ്ങൾ ഉണ്ടാകും, വ്യാജമായ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ബാക്കി വായിച്ചേ. സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. ശ്രദ്ധിക്കുക, ഈ അടയാളം, ഈ അത്ഭുതങ്ങൾ സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാൻ താല്പര്യമില്ലാത്തവർ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവരതിനകത്ത് പെടും.
അങ്ങനെയുള്ള നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന ഒരു വ്യാപാരമാണിത്. പ്രൈസ് ദി ലോർഡ്. അറിയുക, സാത്താന്റെ പ്രവർത്തനത്തിലൂടെ വരുന്ന ഈ ശക്തി, ഈ വ്യാജമായ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാത്തവരാണ് അതിൽ കുടുങ്ങിപ്പോവുക. അപ്പൊ സത്യത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തെ സ്നേഹിക്കുക, ക്രിസ്തുവിനെ സ്നേഹിക്കുക. എന്താണ് സത്യം? യോഹന്നാൻ 17:17 പറയുന്നു, അവിടുത്തെ വചനമാണ് സത്യം. അപ്പൊ വചനം എന്തു പറയുന്നു എന്ന് തിരിച്ചറിഞ്ഞ് വചനത്തെ സ്നേഹിച്ച് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ താല്പര്യം കാണിക്കാത്തവർ ഈ അടയാളങ്ങൾ, അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടും, ഈ ശക്തികളുടെ പിന്നാലെ ഓടും. അങ്ങനെ അവർ സത്യം, വചനം പ്രാപിച്ച് രക്ഷ പ്രാപിക്കാതെ നശിച്ചു പോകുന്ന, പ്രൈസ് ദി ലോർഡ്, സാത്താനാൽ വഞ്ചിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിനകത്ത് പെട്ടുപോകും. അതിന്റെ 11-ാം വാക്യം വായിച്ച്, അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം, വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. ഈ ലോകത്തിന്റെ ദൈവം അവരിൽ ഉണർത്തും. വ്യാജമായതിനെ, തെറ്റായതിനെ വിശ്വസിക്കാൻ, പ്രൈസ് ദി ലോർഡ്, പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാപബോധം അവർക്കുണ്ടാകും. കാരണം അവർ സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാത്തവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഉദാഹരണം, വിഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന തേന്, ബ്ലഡ്, പ്രൈസ് ദി ലോർഡ്, രക്തം ഒഴുക വിഗ്രഹങ്ങളിൽ നിന്ന്. വിഗ്രഹമേ വചനത്തിന് വിരുദ്ധമാ. അപ്പൊ ആരാ അതിനകത്ത് പെട്ടുപോകുന്നത്? വചനം വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ വിമുഖത കാണിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ വിഗ്രഹങ്ങളിൽ നിന്ന് സുഗന്ധം വരിക. ഇപ്പൊ വിഗ്രഹങ്ങളിൽ നിന്ന് രക്തവും ഈ വെള്ളവും മൂത്രവും ഒക്കെ വരുന്നുള്ളൂ. പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോ വിഗ്രഹങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ ഇപ്പൊ തന്നെ വിഗ്രഹങ്ങളിൽ രക്തം ഒഴുകിയെന്ന് പറഞ്ഞ് ജീപ്പ് പിടിച്ചു പോകുന്നവര് ഇനി വിഗ്രഹം സംസാരിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? ഇത് മാത്രമാണ് സത്യസഭയെന്ന് അവർ പറയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അപ്പൊ വ്യാജമായ ഇത്തരത്തിലുള്ള അത്ഭുതവും അടയാളവും, ഒരിക്കൽ കൂടി 9 വായിച്ചേ, സാത്താന്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം. നിയമനിഷേധിയുടെ ആഗമനം അതാരാ? എതിർ ക്രിസ്തു. അവന്റെ ആഗമനത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും. ഈ വ്യാജമായ ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും നിയമനിഷേധിയുടെ ആഗമനത്തിനുള്ള വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ആഗമനം എങ്ങനെയാണ്? എല്ലാ ശക്തികളോടും, വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇടയ്ക്കൊക്കെ പണ്ടുതൊട്ടേ കേൾക്കാറില്ലേ, ശരീരരക്തങ്ങൾ മനുഷ്യനെടുത്ത് വെച്ച് ആരാധിക്കുന്നു. അത് ഭക്ഷിക്കാനുള്ളതാണ്. യേശുവിന്റെ വരവ് വരെ ഓർമ്മയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 4-ാമത്തെ തിരുവചനം വായിച്ച്. ഉൽപ്പത്തി 9:4. ഉൽപ്പത്തി 9:4. ജീവനോട് കൂടിയ, അതായത് രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത്. രക്തത്തോടു കൂടിയുള്ള മാംസം ഭക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് രക്തത്തോടു കൂടിയുള്ള മാംസം ഭക്ഷിക്കരുത്. നിങ്ങൾ എത്ര പേര് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്? വായിലിരിക്കുന്ന അപ്പം രക്തമായി, മാംസമായി. അത് രുചിക്കുന്നു, കുടിക്കുന്നു. ചിലര് പാത്രത്തിൽ, പിലാസയിലൊക്കെ അത് എടുത്ത് കൊണ്ടുപോകുന്നു. രക്തത്തോടു കൂടിയുള്ള മാംസം ഭക്ഷിക്കരുത്. അപ്പൊ വചനത്തിന് വിരുദ്ധമായ അത്ഭുതം ദൈവം ചെയ്യുന്നതാണോ? പ്രൈസ് ദി ലോർഡ്. രക്തത്തോടുള്ള മാംസം ഈ ദിവസങ്ങളിലെല്ലാം ഭയങ്കര പ്രചാരമാണ്. ഭയങ്കര വീഡിയോ ഒക്കെ ഇറക്കിയ ആൾക്കാർ പണ്ടുതൊട്ടേ ഉണ്ട്. ഞങ്ങൾ പണ്ട് ഡിവൈനിലായിരുന്നപ്പോ ഈ കയ്യിൽ ഓസ്തി പറന്നു വന്നിരുന്ന ഒരു സ്ത്രീയൊക്കെ എനിക്കറിയാം.
ഓസ്തി പറന്നു വന്ന് കൈ വന്നിരുന്നു. അവളുടെ പുസ്തകത്തിൽ നിന്ന് ഒരു ഓസ്തി കിട്ടി. അവള് പറയാൻ തുടങ്ങും ഭയങ്കര സുഗന്ധ. അവസാനം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് 3 ദിവസം വചനം കൊടുത്ത് പ്രാർത്ഥിച്ച് പിശാച് ഇളകി വിട്ടുപോയി. അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് എതിർ ക്രിസ്തുവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. വ്യാജസഭ അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്യാജ സ്പിരിറ്റ് അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പഴയ നിയമത്തിൽ രക്തത്തോടു കൂടിയുള്ള ഒരു മാംസവും ഭക്ഷിക്കരുത്. അതേ ദൈവം വായില് മാംസമാക്കി പച്ചമാംസവും രക്തമാക്കി കൊടുക്കുകയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? നോഹനോ, അതിന്റെ പിന്നിൽ മറ്റൊരു വ്യാപാര ശക്തിയുണ്ട്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തി 15-ാമത്തെ അധ്യായത്തിൽ ജെറുസലേം സൂനകുദോസിന്റെ തീരുമാനങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതൊന്ന് ക്ലാസ് എടുക്കണമെന്ന് വേറൊരാൾ ആവശ്യപ്പെട്ടു. ആ വ്യക്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ആ വ്യക്തി എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്? അപ്പൊ ആ വ്യക്തിക്ക് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. രക്തത്തോടു കൂടിയുള്ള മാംസം ഭക്ഷിക്കരുത് എന്നാണല്ലോ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് വചനവിരുദ്ധമാണ്. ഇത് അനേകരെ അറിയിക്കണം. അതുകൊണ്ട് സൈമൺ ബ്രദറിനോട് ഇതൊരു ക്ലാസ് ആയി എടുക്കാൻ ആവശ്യപ്പെടണം. ഹല്ലേലൂയ. ആ വ്യക്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വചനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ വ്യാജമായി ഇതിനെ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ ആദ്യത്തെ പുതിയ നിയമ സൂനകുദോസ് കൂടിയപ്പോൾ ജാതികൾ ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം? ജാതീയ ക്രിസ്ത്യാനികൾ. യഹൂദർക്കറിയാം ഇങ്ങനെയുള്ള രക്തം ഒഴുകുന്ന അപ്പമൊന്നും അവര് കഴിക്കുകയല്ല. അതിനൊന്നും എടുത്ത് അവര് സൂക്ഷിച്ചു വെക്കുകയല്ല. അതപ്പൊ തന്നെ വേഷ്ടിക്കൊണ്ട് കളയും. അത് പിശാചിന്റെ ആണ്, ശാസിച്ച് പുറത്താക്കും. ഹല്ലേലൂയ. പക്ഷേ പിശാച് ഈ ജനത്തെ വഞ്ചിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ അവർ വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന മാലിന്യത്തിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും. അപ്പൊ ആദിമ ക്രിസ്ത്യാനികളിൽ യഹൂദർക്ക് വിഗ്രഹാരാധനയില്ല, ജാതികൾക്ക് വിഗ്രഹാരാധന ഉണ്ടായിരുന്നു. അവർ യേശുവിന്റെ വചനം കേട്ട് ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന 1-ാമത്തെ ഉപദേശം, വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന സകല മാലിന്യങ്ങളിൽ നിന്നും അവർ അകന്നു നിൽക്കണം എന്നുള്ള. ക്രിസ്തീയ ഭവനങ്ങളെല്ലാം വിഗ്രഹങ്ങളല്ലേ? ക്രിസ്തീയ പ്രാർത്ഥനാ ആലയങ്ങളിലെല്ലാം വിഗ്രഹങ്ങളല്ലേ? കള്ളക്രിസ്തുമാരെന്ന് പറയുന്നവരുടെ കഴുത്തേലും കയ്യിലും എല്ലാം വിഗ്രഹമല്ലേ? മനുഷ്യരെ മുഴുവൻ വിഗ്രഹത്തിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയല്ലേ? ഇതാണ് കള്ളക്രിസ്തുവിന്റെ പ്രവൃത്തി. ഇതാണ് വ്യാജപ്രവാചകന്റെ പ്രവൃത്തി. ഇതാണ് വ്യാജ ഉപദേശകന്മാരുടെ പ്രവൃത്തി. വിഗ്രഹാരാധനയെ സംബന്ധിക്കുന്ന സകല മാലിന്യങ്ങളിൽ നിന്നും, വ്യഭിചാരത്തിൽ നിന്നും, കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവയിൽ നിന്നും, അടുത്തത് എന്താണ്? രക്തത്തിൽ നിന്നും അകന്നിരിക്കുവാൻ അവർക്ക് എഴുതണം. ഏതിൽ നിന്ന് അകന്നിരിക്കേണ്ടത്? രക്തത്തിൽ നിന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഏതാ രക്തം? രക്തം കലർന്ന മാംസം. അത് ഭക്ഷിക്കുന്നതിൽ നിന്ന് അകന്നിരിക്കണം. ഹല്ലേലൂയ. 29 വായിച്ചേ. 15-29. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം. ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന്. അപ്പോ ഏതെങ്കിലും കയ്യിലോ വായിലോ പിലാസയിലോ ബ്ലഡായി മാംസമായി വചനം പറയുന്നത് അകന്നിരുന്നാൽ നന്ന്. ഇത് ആൾക്കാരെങ്ങനെയെങ്കിലും ജീപ്പ് പിടിച്ച് പോകാൻ നോക്കുക, ട്രെയിൻ പിടിച്ച് പോകാൻ നോക്കുക കാണാൻ വേണ്ടി. അകന്നിരുന്നാൽ നന്ന്. എന്നിട്ട് പറയാണ് മംഗളാശംസകൾ. ഈ കാര്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവർക്ക് മംഗളാശംസകൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഹല്ലേലൂയ. എത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്.
അതുകൊണ്ട് ഇത് അത്ഭുതമാണെന്നും പറഞ്ഞുകൊണ്ട് ഇതിന്റെ പുറകെയൊന്നും നടക്കരുതേ, ഇതൊന്നും പ്രചരിപ്പിക്കരുതേ. ഇതിന്റെ പിന്നിലുള്ളത് പിശാചിന്റെ വ്യാപാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. മൃഗത്തിന്റെ മുമ്പിലുള്ള അടയാളങ്ങളാണിവ. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ ഇപ്പൊ പുറകെ വരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള വ്യാജ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെയുള്ള വിഗ്രഹങ്ങളിൽ ചില അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ അത്ഭുതത്തിന്റെ മുമ്പ് അവിടെയുള്ള മാതാവിന്റെ വിഗ്രഹത്തിൽ നിന്ന് ചില പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓരോ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ നടക്കുന്ന ഇടങ്ങളിലും വിഗ്രഹങ്ങളിൽ അത്ഭുതം കാണാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർ 2:10 വായിച്ചേ. വിഗ്രഹങ്ങളിൽ നമുക്കറിയാം ബ്ലഡ് വരും, വെള്ളം വരും, ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. 2 തെസ്സലോനിക്കർ 2:10. എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. വചനമറിഞ്ഞ് രക്ഷ പ്രാപിക്കാൻ കൂട്ടാക്കാത്തവരെല്ലാം ഇപ്രകാരമുള്ള അത്ഭുതങ്ങളിലൂടെ വഞ്ചിക്കപ്പെടും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 11:14 വായിച്ചേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രത്യക്ഷതകൾ, ദർശനങ്ങൾ 2 കൊരിന്ത്യർ 11:14 ഒരിക്കൽ കൂടി, നേരത്തെ ഒന്ന് വായിച്ചതാണ്, ഒരിക്കൽ കൂടി. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അപ്പൊ പിശാച് ഇങ്ങനെയുള്ള വേഷം കെട്ടലൊക്കെ കാണിക്കും. എത്രയോ കുട്ടികളെ പിശാച് ഇതുപോലെ വഞ്ചിച്ചിരിക്കുന്നു, പല കാഴ്ചകളും കാണിച്ച്. അതുങ്ങളൊക്കെ പുസ്തകം ഇറക്കി. പ്രൈസ് ദി ലോർഡ്. ഇന്നും ലോകം മുഴുവൻ അതിന്റെ പിന്നാലെ പോവുക. മതഭക്തർ, സന്യാസിനികൾ, അല്ലെ? അവിടെ ഏതാണ്ട് സിസ്റ്റർ ലൂസി, സിസ്റ്റേഴ്സ്, കുട്ടികള്, വചനപരിജ്ഞാനമില്ലാത്ത പുരോഹിതരെ ഒക്കെ പിശാച് വഞ്ചിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള പ്രഭാപൂർണനായ വേഷം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ദൂതന്റെ രൂപത്തിൽ, മാതാവിന്റെ രൂപത്തിൽ, ആ പാവം പിടിച്ച മാതാവിനെ നിങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അതുപോലെ വിശുദ്ധയായ ഒരു സ്ത്രീ വേറെയില്ല. അതുപോലെ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടാനുള്ള വ്യക്തി വേറെയില്ല. ആ വ്യക്തിയുടെ പേരും പറഞ്ഞു ജനത്തെ വഞ്ചിപ്പിച്ച് ഈ പിശാചിന്റെ ഗോളം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 2 തെസ്സലോനിക്കർ 2:11 വായിച്ചേ. 2 തെസ്സലോനിക്കർ 2:11. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. ഈ കാര്യത്തിൽ ഇത് പൊക്കിപ്പിടിച്ച് നടക്കുന്നവർ, ഇതിനെ ആഹ്ലാദിക്കുന്നവർ, ഇതിനെ എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ, ഇതിന്റെ പിന്നാലെ പോകുന്നവരെല്ലാം ശിക്ഷിക്കപ്പെടും, ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്ത് ഇത് ദൈവത്തിൽ നിന്നാണ് എന്ന് പ്രഘോഷിച്ച് നടക്കുന്നവരോടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ. പല ജനവും ഇത് സത്യമാണ്, ശരിയാണ്, ഈ പ്രബോധനങ്ങൾ എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, മത്തായി 7:21, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അപ്പൊ വചനത്തിൽ അടിസ്ഥാനം ഇടാതെ ചെയ്ത എല്ലാ പ്രാർത്ഥനകളും, എല്ലാ അത്ഭുതങ്ങളും, അടയാളങ്ങളെയും കർത്താവ് തള്ളിപ്പറയുകയാണ്. ഹല്ലേലൂയ. അവരോട് പറയാണ്, നിങ്ങളെ ഞാൻ ഒരിക്കലും അവര് പറയുന്നത്, നിന്റെ നാമത്തിലല്ലേ ഞങ്ങൾ ഇപ്രകാരം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ ജനത്തെ, പുറപ്പാടിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരിക,
ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാനായിട്ട് പോകുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വടി കയ്യിലെടുത്തോളാൻ പറഞ്ഞു. പുറപ്പാടിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള ഭാഗങ്ങളിലാണ്. വടിയെടുത്തോളുക, ജനത്തെ വിടാൻ പറയുമ്പോ വിടിയല്ല, അപ്പോ വടി നിലത്തിടുക, വടി സർപ്പമായി മാറൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മോശ ചെയ്തു. 11-ാം വാക്യം, അത് സർപ്പമായി. അപ്പോൾ ഫറവോ വിജ്ഞാനന്മാരെയും മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലെ മന്ത്രവാദികളും അപ്രകാരം ചെയ്തു. അവർ ഓരോരുത്തരും തങ്ങളുടെ വടികൾ നിലത്തിട്ടപ്പോൾ അവ സർപ്പങ്ങളായി മാറി. എന്നാൽ അഹ്റോന്റെ അവര് മന്ത്രവാദികളും വടിയിട്ടു, അതെന്തായി? സർപ്പമായി. അപ്പോ ഇല്ലാത്തതിനെ സൃഷ്ടിക്കാൻ അന്ധകാര ശക്തി അല്ലെ വടിയിട്ടു, ഒരു മായക്കാഴ്ച പോലെ അത് സർപ്പമായി. പക്ഷെ എന്താ സംഭവിച്ചത്? എന്നാൽ അഹ്റോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. അഹ്റോന്റെ സർപ്പം മറ്റേ സർപ്പങ്ങളെ അങ്ങ് തിന്നു. ഹല്ലേലൂയ. അതുപോലെ വെള്ളം മോശയിലൂടെ രക്തമായി അല്ലെ. 7-ാം അധ്യായത്തിന്റെ 14 കർത്താവ് മോശയോട് പറഞ്ഞു, ഫറവോ കഠിന ഹൃദയനായി തീർന്നിരിക്കുന്നു, അവൻ ജനത്തെ വിട്ടയക്കാൻ വിസമ്മതിക്കുന്നു. രാവിലെ നീ ഫറവോയുടെ അടുത്തേക്ക് പോകുക, അവൻ നദിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ നദീതീരത്ത് അവനെ കാത്തു നിൽക്കണം. സർപ്പമായി മാറിയ വടിയും കയ്യിലെടുത്തുകൊള്ളുക. നീ അവനോട് പറയണം, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ അയക്കുക എന്നാവശ്യപ്പെടാനാണ്. എന്നാൽ നീ ഇതുവരെ അതനുസരിച്ചില്ല. കർത്താവ് പറയുന്നു, ഞാനാണ് കർത്താവെന്ന് ഇതിനാൽ നീ മനസ്സിലാക്കും. ഇതാ എന്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നൈലിലെ ജലത്തിൽ മേൽ അടിക്കും. ജലം രക്തമായി മാറും, നദിയിൽ മത്സ്യങ്ങളും ചത്തുപൊങ്ങും, നദി ദുർഗന്ധം വമിക്കും. അങ്ങനെ അത് സംഭവിച്ചു. ഈജിപ്തിലെങ്ങും മരപാത്രങ്ങളിലും കൽപാത്രങ്ങളിലും പോലും രക്തം കാണപ്പെട്ടു. 20-ാം വാക്യം, കർത്താവ് കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും പ്രവർത്തിച്ചു. അപ്പൊ രക്തമായി മാറി. ഇനി 22, ഈജിപ്തിലെ മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയിൽ അപ്രകാരം ചെയ്തു. ഈജിപ്തിലെ മന്ത്രവാദികളും വെള്ളത്തെ എന്താക്കി മാറ്റി? രക്തമാക്കി കാണിച്ചു. അപ്പൊ ദൈവം ചെയ്യുന്നത് പോലെ തന്നെ ആരും കാണിക്കുന്നു? പിശാചും ചെയ്ത് കാണിക്കുകയാണ്. പക്ഷേ ദൈവം അതിനെ കീഴടക്കുന്നു എന്ന് കാണിക്കാനാണ് മോശയിട്ട വടി സർപ്പം, അവരിട്ട വടിയുടെ ആ സർപ്പത്തെ എന്ത് ചെയ്തത്? വിഴുകിക്കളഞ്ഞു. വെള്ളം രക്തമായി. അതുപോലെ തവള, പുറപ്പാടിന്റെ 8-ന്റെ 1 മുതൽ നമ്മൾ നോക്കുമ്പോൾ തവളയെ മോശ പുറപ്പെടുവിക്കുന്നുണ്ട്. മന്ത്രവാദികളും അപ്രകാരം തന്നെ എന്ത് ചെയ്തു? തവളകളെ പുറപ്പെടുവിച്ചു. 8-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 6 മുതൽ വായിച്ച്, അഹ്റോൻ ഈജിപ്തിലെ ജലാശയങ്ങളുടെ മേൽ കൈനീട്ടി തവളകളെ കൊണ്ട് ഈജിപ്ത് ദേശം മുഴുവൻ നിറഞ്ഞു. 7-ാം വാക്യം, മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലേക്ക് തവളകളെ വരുത്തി. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഈ അത്ഭുതം ഒന്നും കാണുമ്പോ വിസ്മയിക്കണ്ട. ഹല്ലേലൂയ. ഏതെങ്കിലും അത്ഭുതം കാണുമ്പോ ഇത് വലിയ സംഭവമാണല്ലോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. പിശാചും ഇത് തന്നെ ചെയ്യും. ഈ പൈശാചിക മേഖലയിൽ ഒരു സാത്താന്യ ത്രിത്വമുണ്ട്. പലർക്കും ഒരുപക്ഷെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മേഖലയായിരിക്കാം. ഒന്ന് വെളിപാട് പുസ്തകം 13-ാം അധ്യായം 11 വന്നേ. 13-ന്റെ-11. വെളിപാട് 13-ന്റെ-11. ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിന്റേത് പോലുള്ള 2 കൊമ്പുകൾ ഉണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. ഇനി 13-ന്റെ-1 വായിച്ചേ. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലകളിൽ ദൈവദൂഷണപരമായ ഒരു നാമവും ഉണ്ടായിരുന്നു. ഇത് എതിർ ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ നമ്മൾ ആദ്യം വായിച്ച 13-ന്റെ-11 കാണിക്കുന്നത് വ്യാജപ്രവാചകനാണ്. ആ വ്യാജപ്രവാചകന്റെ പ്രത്യേകത കുഞ്ഞാടിനെ പോലെയാണ്, പക്ഷെ സംസാരിക്കുന്നത് ആരെ പോലെയാ? സർപ്പത്തെ പോലെ.
ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കണ്ട കുഞ്ഞാടിനെ പോലെ, എന്നാൽ ഉപദേശം ആരുടെയാ? സർപ്പത്തിന്റെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. എന്നാൽ യഥാർത്ഥ കുഞ്ഞാടിനെ 14:1 കാണാം. 14:1 വായിച്ചേ. ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോട് കൂടെ 144,000 പേരും. ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ മൂരിയാട് ഒരു ഗ്രൂപ്പ് ഈ 144,000 പേര് ഞങ്ങളുടെ കൂടെ വരുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ആ കൂട്ടത്തിൽ പെട്ടതൊന്നുമല്ല, അത് യഹൂദരുടെ ഇടയിൽ പെട്ടവരുടെ കാര്യമാണ്. എതിർ ക്രിസ്തുവിന്റെ കാലത്ത് 144,000 പേര് രക്ഷപ്രാപിക്കുന്നതുമായുള്ള ബന്ധത്തിലാണ്. ഈ വചന പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വ്യാജ ഉപദേശങ്ങളും പഠിപ്പിക്കലും വരുന്നത്. പ്രൈസ് ദി ലോർഡ്. മുരിയാടേക്ക് അവര് വലിയ സെറ്റപ്പാണ്. അവര് ഫോണൊക്കെ വെച്ച് ആൾക്കാരുടെ നമ്പറൊക്കെ കിട്ടിയാൽ വിളിച്ച് അവരാൾക്കാരെ ഈ ദുരുപദേശം അവരുടെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റി വ്യാജമൊക്കെ പറഞ്ഞ് അവരെ വലിച്ചെടുക്കാൻ നോക്കുന്ന ഒരു ഗ്രൂപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അവര് പറയുന്നത് ഈ സിയോൻ മല ഈ നമ്മുടെ മുരിയാടാണെന്ന. ഞാൻ ആ ഭാഗത്തൊക്കെ പോയിട്ടുള്ളത് എനിക്കറിയാം. അവിടെ ഒരു മലയൊന്നുമില്ല, നിരന്ന സ്ഥലമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഒരു വലിയൊരു പെട്ടകം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അപ്പൊ ഈ 1,144,000 പേര് സിയോൻ മലയിൽ നിൽക്കുന്നത് യഹൂദരാണ്. അവരെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 3 വേട്ട് വായിച്ച് അവർ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. ബാക്കി വായിച്ചേ. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ ബ്രഹ്മചാരികളുമാണ്. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനർ ആകാത്തവരാണ്. അവർ ബ്രഹ്മചാരികൾ. ഈ ബ്രഹ്മചാരി എടുത്തിട്ടാണ് കത്തോലിക്ക സഭയിലെ ബ്രഹ്മചാര്യത്തിന്റെ ഒക്കെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോഴത്തെ കത്തോലിക്ക സഭയിലെ ബ്രഹ്മചാരികളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ്. ഹല്ലേലൂയ പറഞ്ഞേ. അവരാണ് കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ. അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവിന് ശേഷമുള്ള ആദ്യ ഫലം അതാണ് കേട്ടോ. ഇപ്പത്തെ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇപ്പൊ നടക്കുന്ന ബ്രഹ്മചാരികളുടെ കാര്യവുമല്ല. യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷമുള്ള ആദ്യ ഫലമായി എടുക്കപ്പെടുന്ന 144,000 പേരുടെ കാര്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. അപ്പൊ ഈ സാത്താന്യ ത്രിത്വം നമുക്കൊന്ന് നോക്കാം. വെളിപാട് 16 അതിന്റെ 13 മുതലൊന്ന് വായിച്ചേ. സർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള 3 അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. അവരുടെ വായിൽ നിന്ന് പുറപ്പെട്ട എങ്ങനെയുള്ളതാ? തവളകളെ പോലെയുള്ള 3 അശുദ്ധാത്മാക്കൾ. ആരുടെയൊക്കെ വായിന്നാ വന്നേ? സർപ്പത്തിന്റെ വായി. സർപ്പ ആരാ? പിശാച്. സർപ്പത്തിന്റെ വായിൽ നിന്ന് തവള പോലെ വന്നു. അടുത്ത് മൃഗത്തിന്റെ വായിൽ. മൃഗം ആരാ? എതിർ ക്രിസ്തു, ആന്റിക്രൈസ്റ്റ്. മൃഗത്തിന്റെ വായിൽ നിന്നും അടുത്ത ആരാ? കള്ളപ്രവാചകൻ. എന്ന് പറഞ്ഞ എതിർ ക്രിസ്തുവിന്റെ കാലത്ത് എതിർ ക്രിസ്തുവിന്റെ കൂടെ വ്യാജമതം, ഈ പറഞ്ഞ എതിർമതം, വ്യാജമതത്തിൽ നിന്ന് ഒരു കള്ളപ്രവാചകൻ ലീഡ് ചെയ്യും. എതിർ ക്രിസ്തുവിന്റെ വലം കൈയായി നിൽക്കും. ഇവര് 3 പേര്. ഇതിനെയാണ് സാത്താന്യ ത്രിത്വം എന്ന് പറയുന്നത്. 1 സർപ്പം, 2 മൃഗം, 3 കള്ളപ്രവാചകൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. 14 വാക്യം വായിച്ചേ. അവർ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടാൻ പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചികാത്മാക്കളാണ്. അപ്പൊ അന്നാണ് ഒറിജിനൽ അടയാളം വെളിപ്പെടുക. ഇന്നുള്ളത് അതിന്റെ മുന്നോടിയാ. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ കാലത്ത് വ്യാജപ്രവാചകനിലൂടെ നടക്കുന്ന അടയാളങ്ങളുടെ മുന്നോടിയാണ് ഇപ്പൊ നടക്കുന്നത്. ഇത് കണ്ടിട്ടാണ് കൊട്ടിഘോഷിച്ച് അതിന്റെ പിന്നാലെ പോകുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വചന പരിജ്ഞാനം ഇല്ലാത്തവരെല്ലാം അതിനകത്ത് വീണുപോകും. എതിർ ക്രിസ്തുവിന്റെ കൂട്ടത്തിലെ അനുയായികളായി അവർ പോലും അറിയാതെ അവരെ തന്നെ അവർ സമർപ്പിക്കുകയാണ്.
അവർ പോലും അറിയാതെ അവർ ഒരുക്കപ്പെടുകയാണ്. അപ്പൊ മഹാദിനത്തിലെ യുദ്ധത്തിനായി, ക്രിസ്തുവിനെതിരായിട്ടുള്ള യുദ്ധത്തിനായി ഈ ആൾക്കാരെ സംഘടിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചിക ആത്മാക്കളാണ്. ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു. ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു. നഗ്നനായി മറ്റുള്ളവരുടെ മുൻപിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. വസ്ത്രം ധരിച്ച്, ക്രിസ്തുവിനെ ധരിച്ച് ഉണർന്നിരിക്കുക. ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പൊള്ളോസിന് യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ചുള്ള അറിവേ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് സ്നാനത്തിലേക്ക് പ്രവേശിച്ച് ക്രിസ്തുവിനെ ധരിച്ച്, ആ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. യേശുവിനെ ധരിക്കുക, ജലത്തിൽ സ്നാനമേറ്റ് വിശ്വസിച്ച് സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരുക. ഹല്ലേലൂയ. ഇതാ നമ്മുടെ കർത്താവ് കള്ളനെ പോലെ വരുന്നു. അവൻ വരുവാൻ സമയമായി. ആരും അറിയാത്തവനെ പോലെ വാനമേഘങ്ങളിൽ അവൻ വന്ന്, ഹല്ലേലൂയ, യേശുവിനെ ധരിച്ചിരിക്കുന്നവർ, യേശുവിലായിരിക്കുന്നവരെല്ലാം എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമാണ് ഈ വ്യാജമതത്തിന്റെ യഥാർത്ഥ ശക്തി വെളിപ്പെടുക. വ്യാജ കള്ള പ്രവാചകന്റെ ആ ഉയർത്തെഴുന്നേൽപ്പ് അതിനു ശേഷമാണ്. അതിനുള്ള ഒരുക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 100% ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനകത്തിരിക്കുന്നവർ നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് രക്ഷ പ്രാപിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ പോലെ തന്നെ സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ. ഹല്ലേലൂയ. ബൈബിളിലെ ഒരു മഹാവിരുന്നുണ്ട്. ഇവരെല്ലാം കൂടെ ഒരു വിരുന്നു വെക്കുന്ന ഒരു സംഭവം. പ്രൈസ് ദി ലോർഡ്. അത് വെളിപാട് പുസ്തകം 19 അധ്യായം അതിന്റെ 17 മുതലുള്ള തിരുവചനങ്ങളാണ്. യേശുക്രിസ്തുവിന് എതിരായി യുദ്ധത്തിനായിട്ടാണ് ഈ അടയാളങ്ങളും ഈ ഒരുക്കങ്ങളും നടക്കുന്നത്. ഇതിന്റെ പിന്നാലെ പോകുന്ന ജനം വഞ്ചിക്കപ്പെടുകയാണ്. ആ ക്രിസ്തുവിന്റെ സഭയെന്ന് പറഞ്ഞ ഗ്രൂപ്പ് ആന്റിക്രൈസ്റ്റിനു വേണ്ടി നിലകൊള്ളുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനത്തെ യുദ്ധത്തിനു വേണ്ടി ആ ജനക്കൂട്ടത്തെ ഈ തെറ്റായ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ നടത്തുകയാണ്. ഹല്ലേലൂയ. അതിന്റെ വെളിപാട് പുസ്തകം 19 അധ്യായം 17 മുതലുള്ള തിരുവചനം. സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ മധ്യാകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ മഹാവിരുന്നിന് വരുവിൻ. ദൈവത്തിന്റെ മഹാവിരുന്നിന് വരുവിൻ. അതേത് വിരുന്നാണ്? വായിച്ചേ. രാജാക്കന്മാർ, സൈന്യാധിപന്മാർ, ശക്തന്മാർ എന്നിവരുടെയും കുതിരകളുടെയും അവയുടെ പുറത്തിരിക്കുന്നവരുടെയും സ്വതന്ത്രരും അടിമകളും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസം ഭക്ഷിക്കുന്നതിന് ഒന്നിച്ചു കൂടുവിൻ. അവരുടെ മാംസമാണ് വിരുന്നായിട്ട് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിരുന്നിനെ ക്ഷണിക്കുന്നത് ആകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളെയും. ഈ ഭൂമിയിൽ യേശുവിന്റെ വരവിന് ശേഷം എതിർ ക്രിസ്തുവിന്റെ അവസാനത്തെ 3.5 വർഷങ്ങൾക്ക് ശേഷമുള്ള വർഷങ്ങളിൽ നടക്കുന്ന ആ മഹായുദ്ധം, കർത്താവിനും അവന്റെ സൈന്യത്തിനുമെതിരെ ഈ കൂട്ടം മുഴുവൻ വ്യാജപ്രവാചകന്റെ നേതൃത്വത്തിൽ, എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ, പുരാതന സർപ്പത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുവിനെതിരെ അണിനിരക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള സകല ആകാശമണ്ഡലത്തിൽ പറക്കുന്ന പക്ഷികളെയും സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതൻ കൂട്ടിക്കൊണ്ടുവരും. എന്തിനാ? അവരുടെ മാംസം ഭക്ഷിക്കുന്നതിന്. ഹല്ലേലൂയ. 19 വാക്യം. അപ്പോൾ അശ്വാരൂഢനോടും അവന്റെ സൈന്യനിരയോടും യുദ്ധം ചെയ്യാൻ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു കൂടിയിരിക്കുന്നത് കണ്ടു. ആ സൈന്യത്തിനകത്ത് നീ പെട്ടുപോകരുത്. ബാക്കി. മൃഗം പിടിക്കപ്പെട്ടു യുദ്ധത്തിനിടയിൽ. ആരാ മൃഗം? ആന്റിക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. മൃഗം പിടിക്കപ്പെട്ടു. അതിനോടൊപ്പം അതിന്റെ മുമ്പാകെ അടയാളങ്ങൾ കാണിച്ച് മൃഗത്തിന്റെ മുദ്ര സ്വീകരിക്കുകയും
അതിനെ സാദൃശ്യത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ പാപത്തിലേക്ക് വശീകരിച്ചിരിക്കുന്ന വ്യാജപ്രവാചകനും പിടിക്കപ്പെട്ടു. അപ്പൊ ഈ വ്യാജപ്രവാചകന്റെ സ്പിരിറ്റ് ആണ് ഈ അടയാളവും അത്ഭുതമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വ്യാജമായ സുവിശേഷത്തിന് വിരുദ്ധമായ, ഇപ്പം അപ്പം മാംസമാകുക, ഈ വിഗ്രഹത്തിൽ നിന്ന് കണ്ണീര് വരിക, രക്തം ഒഴുക, തേനൊഴുക, കയ്യിൽ നിന്ന് തേൻ വരിക. ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാരെ കയ്യിൽ നിന്നൊക്കെ തേനൊക്കെ വരുന്നത്. പണ്ട് ഡിവൈനിലൊക്കെ ആയിരിക്കുമ്പോ ഈ വ്യാജ സ്പിരിറ്റ് ഇങ്ങനെ കാണാം. പൈസലോ, പക്ഷെ അന്ന് വിചാരിച്ചത് ശരിയാണെന്നാ. ദൈവ കൃപ കൊണ്ട് രക്ഷപ്പെട്ടതാ. ഒരു ഹാലേലിയ പറഞ്ഞേ, ഹാലേലിയ. അപ്പോ ഇത് വ്യാജപ്രവാചകന്റെ ഒരുക്കമാ. ഈ വ്യാജപ്രവാചകനും പിടിക്കപ്പെടും, ഈ മൃഗവും പിടിക്കപ്പെടും. അവർ ഇരുവരും എങ്ങോട്ട് എറിയപ്പെടും? ഇരുവരും തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു. ഒന്നുകൂടെ വായിച്ചേ. ഇരുവരും ഗന്ധകമെരിയുന്ന അഗ്നി തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു. ഗന്ധകമെരിയുന്ന അഗ്നി തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു. അപ്പോ ഈ അഗ്നി തടാകം, ന്യായവിധിക്ക് ശേഷം പെടുന്ന അഗ്നി തടാകത്തിലേക്ക് ആദ്യമായി പോയി വീഴുന്ന രണ്ട് പാർട്ടി, ഒന്ന് എതിർ ക്രിസ്തു, രണ്ട് വ്യാജപ്രവാചകൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവരാണ് ആദ്യമായിട്ട് ഈ അഗ്നി തടാകത്തിൽ പോയി വീഴുക. ശേഷിച്ചിരുന്നവർ വായിച്ചേ. ശേഷിച്ചിരുന്നവർ അശ്വാരൂഢന്റെ വായിൽ നിന്നും പുറപ്പെട്ട വാളുകളെ കൊണ്ട് വധിക്കപ്പെട്ടു. വാളുകൊണ്ട് വധിക്കപ്പെട്ടു. ശേഷിച്ചവരെല്ലാം അശ്വാരൂഢന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാളുകൊണ്ട് വധിക്കപ്പെട്ടു. പക്ഷികളെല്ലാം അവരുടെ മാംസം തിന്ന് തൃപ്തിയടഞ്ഞു. പക്ഷികൾ ഏതാ? നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നു പോകും പക്ഷികൾ ഇസ്രായേലിലേക്ക്. അതുമായി ബന്ധപ്പെട്ട് ചുറ്റോട് ചുറ്റുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് യുദ്ധം നടക്കുക. ഈ വ്യാജപ്രവാചകന്റെ കൂടെ പോയവരെല്ലാവരെയും പക്ഷികൾ എന്ത് ചെയ്യും? തിന്നും, കൊത്തിപ്പറിച്ചു തിന്നും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹാവിരുന്ന്. അപ്പൊ ചിലര് ദൈവത്തിന്റെ മഹാവിരുന്നൊക്കെ വിചാരിക്കുമ്പോൾ അവര് വിചാരിക്കും നല്ല നല്ല ഫുഡായിരിക്കും ഇവിടെ കിട്ടാത്തതും, അല്ലെ, അടിപൊളി ഭക്ഷണമായിരിക്കുന്ന. അത് പക്ഷികൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വിരുന്ന. അത് കർത്താവിനെതിരെ യുദ്ധം ചെയ്യുന്ന കൂട്ടർ, വ്യാജപ്രവാചകന്റെയും എതിർ ക്രിസ്തുവിന്റെയും ഒക്കെ കൂടെ നിൽക്കുന്ന അവരെല്ലാം കൂടെ, പക്ഷികളെല്ലാം കൂടെ അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു മഹാവിരുന്ന, കൊത്തിപ്പറിച്ച് ആഘോഷമായിട്ടുള്ള തീറ്റ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഈ വകയെല്ലാം അവസാനത്തെ ന്യായവിധിയിൽ പോയി വീഴുന്ന അഗ്നി തടാകത്തിൽ മുന്നമേ പോയി വീണിരിക്കുന്ന പാർട്ടി, ഒന്ന് എതിർ ക്രിസ്തു, രണ്ട് ഈ കള്ളപ്രവാചകൻ, വ്യാജപ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. ഈ എതിർ ക്രിസ്തുവിന് വേണ്ടി വ്യാജപ്രവാചകന്റെ പ്രവർത്തികളാണ് വചനവിരുദ്ധമായത് ക്രിസ്തുവിന് ശേഷം കാലാകാലങ്ങളായി ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വചനത്തിന് ചേരാത്ത അത്ഭുതങ്ങളുടെ പിന്നാലെ ദൈവമക്കൾ പോകരുത്, നശിപ്പിക്കപ്പെട്ടു പോകും. വിശ്വസിക്കരുത്. ആ കൂട്ടത്തിൽ നിന്ന് തന്നെ പുറത്തു വരിക. ക്രിസ്തു വരുവാൻ സമയമായി. ക്രിസ്തുവിനെ ധരിച്ച് ഒരുങ്ങിയിരിക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഒരു മാംസരക്തങ്ങളോടും ആലോചന ചോദിക്കാൻ ഞാൻ പോയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് വെളിപ്പെടുന്നവർ ഒരു മാംസരക്തങ്ങളോടും ആലോചന ചോദിക്കാൻ പോകരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു മാംസരക്തങ്ങളോടും ആലോചന ചോദിക്കാൻ പോകാതെ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ആലോചനയ്ക്ക് കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ആത്മാവിൽ ഞാൻ വീണ്ടും പറയട്ടെ, ഒരു മാംസരക്തങ്ങളോടും ക്രിസ്തുവിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിൽ വസിക്കുവാൻ, ജലത്തിൽ സ്നാനമേൽക്കുവാൻ ആലോചന ചോദിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നാനപ്പെടുത്തുമ്പോൾ, ഈ പണ്ട് കാലത്തെ അപ്പച്ചന്മാര് സ്നാനപ്പെടുത്തുമ്പോൾ, സ്നാനപ്പെടുന്നതിന് മുമ്പ് ചോദിക്കുന്ന പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഇങ്ങനെയാ പറയുന്നത്: സ്നാനക്കുളത്തിലേക്ക് ഒരു മാംസരക്തങ്ങളോടും ആലോചന ചോദിക്കാതെ സ്വർഗത്തിന്റെ ആലോചന സ്വീകരിച്ചിറങ്ങി വന്നിരിക്കുന്ന ഈ ദൈവ പൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് എത്ര വാസ്തവമായ സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വരവിനായി വസ്ത്രം ധരിച്ച് വിശുദ്ധിയോടെ അശുദ്ധികളിൽ നിന്ന് വേർപെട്ട് നമുക്ക് ഒരുമിച്ച് ഉണർന്നിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ.
ഇതുപോലെയുള്ള വ്യാജ അത്ഭുതങ്ങളുടെ പിന്നിൽ എന്താണ് നടക്കുന്നത്, ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, എന്തിലേക്കാണ് അത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, അത് കാണുവാൻ, അത് ഗ്രഹിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ സ്വർഗം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരിക്കുന്നിടത്ത് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. യേശുവിന്റെ നാമത്തിൽ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നവർ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇതാ ഞാൻ വ്യാജത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു വരാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. വ്യാജശക്തി എന്റെയും എന്റെ കുടുംബത്തെയും വ്യാജശക്തിയിൽ നിന്ന് വിടുവിക്കുന്ന സ്വർഗീയ കൃപയ്ക്കകത്തേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. എന്റെ യേശു എന്റെ കർത്താവാണെന്നും യേശു എന്റെ ദൈവമാണെന്നും യേശുവിലൂടെയും അപ്പസ്തോലന്മാരിലൂടെയും എഴുതപ്പെട്ട് ലഭിച്ചിരിക്കുന്ന സുവിശേഷം അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വചനത്തിന്റെ കവാടം എനിക്ക് തുറന്നു തന്നതിനായി നന്ദി പറയുന്നു. വചനത്തിന്റെ ജീവൻ എന്റെ മേൽ അയച്ചതിന് നന്ദി പറയുന്നു. ഞാൻ വചനത്തെ മുറുക്കെ പിടിക്കുന്നു. കള്ളപ്രവാചകന്റെ, എതിർ ക്രിസ്തുവിന്റെ, വ്യാജപ്രവാചകന്റെ എല്ലാ വ്യാപാരങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ സ്വർഗമേ എന്നെ സഹായിക്കണമേ. മകനെ, മകളെ, നിന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവാണ് നിന്നെ വഴി നടത്തുന്നത്. പരിശുദ്ധാത്മാവാണ് നിനക്ക് ആലോചന പകർന്നു തരുന്നത്. ദൈവത്തിന്റെ വചനത്തിലൂടെ നീ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ ആ വഴിയാത്രയിൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ നിന്നെ സഹായിക്കും. ജീവനുള്ള വഴിയിലേക്കാണ് നീ പ്രവേശിക്കുന്നത്. സജീവവും സനാതനവുമായ വഴിയിലേക്കാണ് സ്വർഗം നിന്നെ പ്രവേശിച്ചിരിക്കുന്നത്. നീ എന്തിനെ ഭയപ്പെടണം? നിന്നെ കൊല്ലുന്നവരെ നീ ഭയപ്പെടേണ്ട. എന്നാൽ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയാൻ കഴിവുള്ളവനെയാണ് നീ ഭയപ്പെടേണ്ടത്. യേശുവേ, ഇതാ ഞാൻ എന്റെ ജീവിതമിതാ. അങ്ങനെ വിശ്വസിച്ച് അങ്ങയുടെ വഴിയിലൂടെ വരുവാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു.